കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ മനോഹരമായ ദിവസം അങ്ങ് സൃഷ്ടിച്ചതാണ്. ഇതുവരെ കാത്തു പരിപാലിച്ച് ഞങ്ങളെ ഈ സായാഹ്നത്തിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പഠിച്ച് ആ പുത്രനെ പോലെയായി മാറേണ്ടതിന് ഞങ്ങളെ കൂട്ടി വരുത്തി വലിയ കൃപക്കായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം ശാന്തമായി തീരുവാൻ ഞങ്ങൾ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ വചനങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നല്ല നിലത്തിൽ വീഴുവാൻ, അത് 100 മേനി തന്നെ വിളഞ്ഞ് ആ യേശുവിനെ പോലെ ആക്കി മാറ്റി നിത്യരെ പരദേശിലെത്തിക്കുവാൻ വേണം അങ്ങയുടെ ആത്മാവെന്ന് കേൾക്കുന്ന വചനങ്ങൾ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്നെ പരിശോധിക്കുവാൻ ആ കണ്ണാടി എന്ന പോലെ അവിടെ വചനത്തെ ഉറ്റുനോക്കി ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി കർത്താവെ അവിടുത്തെ ഇഷ്ടമെന്ന് ഞങ്ങളുടെ അകത്ത് എഴുതാൻ ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിക്കാണ് യേശുവിന്റെ നാമത്തിൽ. നാം ദൈവരായത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മളിവിടെ ദൈവരായത്തിൽ കടക്കുവാൻ കണക്ക് കൂട്ടി നോക്കണമെന്നൊരു ചിന്തയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. മോശയെക്കുറിച്ച് പറഞ്ഞതിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മോശയെക്കുറിച്ച് അല്ലേ, വിശ്വാസത്തിൽ താൻ വളർന്നപ്പോൾ പാപത്തിന് താൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് ഉണ്ടായിരുന്നു. പ്രതിഫലം നോക്കിയത് കൊണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ ജീവിതയാത്രയിൽ ഒരു പ്രതിഫലത്തെക്കുറിച്ച് തട്ടിച്ചു നോക്കി, അല്ലെങ്കിൽ തൂക്കി നോക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലായി, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ഇപ്പോൾ ജീവിതയാത്രയിൽ ഒരു നിർണായക ഘട്ടം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. ഏത് കാലഘട്ടത്തിലും ഏത് മനുഷ്യനും ഒരു സന്ദർഭം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുവാൻ, ആ നിത്യതയാണോ അതോ ഈ ഭൂമിയിലെ ചെറിയ നാളത്തേക്കുള്ള നന്മയാണോ എന്ന് പരിശോധിക്കുവാൻ ദൈവം നമ്മുടെ മുമ്പിലേക്ക് ഒരു ദിവസം, ഏത് മനുഷ്യനും മുമ്പിൽ ഒരു ദിവസം ഇടും. അവിടെയാണ് മോശ തൂക്കി നോക്കിയപ്പോൾ മോശക്ക് മനസ്സിലായി, മിസ്രൈമിലെ വലിയ ധനം, എണ്ണിയാൽ തീരാത്ത ആ പിരമിഡുകളൊക്കെ തൂക്കി, എത്ര വലിയ പിരമിഡുകൾ, ഇന്നും നിൽക്കുന്ന 7 അത്ഭുതങ്ങളിൽ മഹാത്ഭുതങ്ങൾ ഒന്നായി അതൊക്കെ തൂക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ദൈവത്തിന്റെ ജനത്തിന്റെ കൂടെ അല്പസമയത്തേക്ക് ഒരു കഷ്ടം അനുഭവിച്ചാൽ അവർ എത്തിപ്പെടേണ്ട സ്ഥലമുണ്ട്, നിത്യതയ ആ പിതാവിന്റെ ഭവനം. അവനെ ആ തൂക്കി നോക്കിയപ്പോൾ ഈ മനുഷ്യന് കൺമുമ്പിൽ നിന്നയായത് അദ്ദേഹത്തിന് മനസ്സിലായി, ഇതാണ് ഏറ്റവും വലിയ ധനമെന്ന്. ബാക്കി ഈ ലോകത്തിൽ കടന്ന് പ്രതാപങ്ങളും പ്രശസ്തിയും മാനവും സമ്പത്തും എല്ലാം, ഈ വിദ്യാഭ്യാസം ഏതുമാകട്ടെ, ഇതെല്ലാം ശവപ്പരമ്പര മാത്രമുള്ളതും അതിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്നൊക്കെ അദ്ദേഹം തൂക്കി നോക്കി. അതാണ് വായിച്ചത്. പ്രതിഫലം നോക്കിയത് കൊണ്ട്. അപ്പോൾ ഒരു പ്രതിഫലം നോക്കിയിട്ട് വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമുക്ക് ആരംഭിക്കാനായിട്ട്. ഈ ലോകത്തിലേക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഓടുകയാണെങ്കിൽ തീർച്ചയായും അരിഷ്ടന്മാരത്രയെന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ, 15-ാം അധ്യായത്തിൽ. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നിർണായക ഘട്ടമാണ്. ഏത് മനുഷ്യന്റെ മുമ്പിൽ ഒരു നിർണായക ഘട്ടമുണ്ട്. അത് പെന്തക്കോസ്ത് കോളമാണെങ്കിലും നമ്മുടെ എല്ലാത്തിനും മുമ്പിൽ രക്ഷിക്കപ്പെട്ട് ഒരുപക്ഷെ തുടക്കത്തിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാവാം, ചില എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം എന്നറിയാമോ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലത്തെ ഒരു പ്രതിസന്ധി വരുന്നത്. പ്രതിഫലം നമ്മുടെ മുമ്പിൽ തൂക്കി നോക്കത്തക്ക വണ്ണമുള്ള ഒരു ടെസ്റ്റ്, പരിശോധന നമ്മൾ ദൈവം കൊണ്ടുവരും. അവിടെയാണ് നമ്മൾ ഏതാണ് നോക്കുക, അവിടെയാണ് നമ്മൾ യഥാർത്ഥമായി ഇതുവരെ പഠിച്ചത്, ഗ്രഹിച്ചത്, പ്രാപിച്ച കർത്താവിന്റെ മനസ്സ്, അവിടെയാണ് നമ്മൾ തൂക്കി നോക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ, അവൻ മാർച്ചിൽ പഠിപ്പ് തുടങ്ങി അല്ലേ, ജൂണിൽ പഠിപ്പ് തുടങ്ങി. അടുത്ത മാർച്ച് ആകുമ്പോൾ ആ ടെസ്റ്റ് പേപ്പർ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അവസാനത്തെ കൊല്ലപ്പരീക്ഷ വരുമ്പോഴാണ് അറിയുന്നത്, അതിൽ ജയിച്ചാൽ മാത്രമേ ആ പഠിച്ചത് മുഴുവനും യഥാർത്ഥമായി പഠിച്ചെന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ 11ാം ക്ലാസ്സിലേക്ക് ജയിക്കണമെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ പഠിച്ച് തെറ്റാണോ ശരിയാണോ എന്ന് അറിയുന്നത് അവിടെ വെച്ചാ. അതുപോലെ തന്നെയാ മോശയുടെ കഴിവുകൾ നോക്കിയാൽ മിസ്രൈമിൽ ഏറ്റവും വലിയ അവിടുത്തെ കഴിവുകൾ, അവിടുത്തെ വിദ്യാഭ്യാസമാകട്ടെ, അവിടുത്തെ സമ്പത്താവട്ടെ, അവിടുത്തെ എല്ലാവിധമായ എന്താ പറയുക കായികാഭ്യാസങ്ങളാവട്ടെ, ഏതാണെങ്കിലും അതൊക്കെ എല്ലാം തൂക്കി വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇസ്രായേൽ മക്കൾ കൂടി കഷ്ടം അനുഭവിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട്. അപ്പോൾ ഒരു പ്രതിഫലം നോക്കിയിട്ടാ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഓടുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രതിഫലം എവിടെയാണോ നമ്മൾ കണ്ടത് അവിടെ നമ്മൾ എത്തപ്പെട്ടിരിക്കും. ഒന്നും വേണ്ടിയില്ല നിങ്ങൾ. നമ്മുടെ ഹൃദയത്തിനകത്ത്, ആ ഹൃദയം കവിഞ്ഞൊഴുകുന്നതല്ലേ, ഹൃദയത്തിനകത്തുള്ളതേ പുറത്തു വരത്തുള്ളൂ. ഹൃദയം കവിഞ്ഞൊഴുകുന്നതേ പുറത്തു വരത്തുള്ളൂ. നമ്മുടെ നിക്ഷേപം ആ ഹൃദയത്തിനകത്താണെങ്കിൽ ഒരിക്കലും അത് ആരും മോഷ്ടിച്ചു കൊണ്ട് പോകത്തില്ല. ഹൃദയത്തിനകത്തുള്ളത് എന്ന കാര്യം മറന്നു. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. മോശയെക്കുറിച്ചൊക്കെ വളരെ ഏറെ നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി നമ്മൾ ചിന്തിച്ച കാര്യമാണ്. ഞാൻ വിട്ടുപോകുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മൾ അവിടം വരെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത് മാത്രമേ സഭാപ്രസംഗി 2ാം അധ്യായമൊക്കെ, അല്ലെങ്കിൽ 1:16, 2:15 ഒരുപാട് വാക്യങ്ങൾ പഠിച്ചു. ശലോമോൻ തന്നെ വലിയ ജ്ഞാനിയാണെന്നൊക്കെ നമുക്ക് കണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പണ്ടിവിടെ പഠിച്ചിട്ടുണ്ട്. മേഘത്തിന് കീഴിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രാവശ്യം. എന്നാൽ അതുകൂടാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറൊരു കാര്യം കടന്നു വന്നു.
1:16, 2:1, 15, 3:18 വാക്യം പഠിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ആലോചിച്ച് പറഞ്ഞത് ഒരു വാക്യം ആവർത്തിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടു അല്ലേ? ഞാൻ മനസ്സിൽ ആലോചിച്ച്, സ്വന്തം ഹൃദയത്തിനകത്ത് ആലോചിച്ചത്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. 2:1, 2:15 ആകയാൽ ഞാൻ എന്നോട്, പിന്നെ 3:18 പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ഈ വാക്കുകളൊക്കെ ആവർത്തിച്ച് പറഞ്ഞ മുഴുവനും ഈ സ്വയത്തെക്കുറിച്ച് മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വരെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലേ? ഇതെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ. ഇത്രയും വലിയ ജ്ഞാനം ലഭിച്ച മഹാനായ ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ അല്ലേ ആലയം പണിയുവാനായിട്ട് ദൈവം നിയമിച്ച വ്യക്തി, ദാവീദിന്റെ കയ്യിൽ രക്തത്തിന്റെ കറയുള്ളത് കൊണ്ട് തന്റെ പുത്രന്റെ എന്താ പറയുക കൈകളിലൂടെ ആ ആലയം പണിയാനൊക്കെ ദൈവം കൃപ കൊടുത്ത മനുഷ്യൻ, അവസാനം ആ ആകാശത്തിൻ കീഴെ ഞാൻ നോക്കിയപ്പോൾ എല്ലാം മായ 36 പ്രാവശ്യം ഞങ്ങളുടെ പണ്ട് പഠിച്ചത് നമ്മൾ 34, 32 പ്രാവശ്യം ഒരേ വാക്ക് ആവർത്തിച്ച് പറഞ്ഞു. ആകാശത്തിന് കീഴെ ഞാൻ നോക്കിയപ്പോൾ എല്ലാം മായ എന്ന് പറഞ്ഞു. പക്ഷെ അതുകൂടാതെ വേറൊരു വാക്ക് ഇതുപോലെ ഞാൻ മനസ്സിൽ ആലോചിച്ചു പറഞ്ഞത്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞത്. ആകയാൽ ഞാൻ എന്നോട്, പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ഈ വ്യത്യസ്തമായ പദങ്ങൾ മുഴുവനും സ്വന്തം മനസ്സിൽ മാത്രം ഉൾക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ദൈവത്തിന്റെ ഹിതത്തിലേക്ക് മാറ്റപ്പെടേണ്ടതിന് പകരം സ്വന്തം ആ മനസ്സിൽ ഹൃദയത്തിനകത്ത് മാത്രം ഊന്നു നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് ശലോമോൻ മാറ്റപ്പെട്ടു പോയി. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കുറെ വളർന്നു കഴിയുമ്പോൾ കർത്താവിന് നമ്മൾ പ്രത്യേകമായ ഒരു ഇരിപ്പിടം കൊടുത്തി കർത്താവിനെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കാറുണ്ട്. അനേകർ നോക്കി നമുക്കറിയാം കർത്താവിനെ ചില പ്രത്യേകമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കർത്താവിന് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു വാഴിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തിയിട്ടുണ്ട് കർത്താവിനെ. അതിനപ്പുറത്തേക്ക് കർത്താവിനെ അവർ കാണാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ചില അത്ഭുതങ്ങൾ അടയാളം ചെയ്യാൻ വേണ്ടി മാത്രം കർത്താവിനെ വാഴിച്ച് വെച്ചിരിക്കുക. എന്തു പറഞ്ഞാൽ അതേ പറയത്തുള്ളൂ. കർത്താവ് അത്ഭുതം ചെയ്യും കർത്താവ്. പക്ഷെ അതിനുവേണ്ടി അല്ല കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ആണോ ഇല്ലയോ? നമ്മൾ നിത്യനിരുത്താൻ വേണ്ടിയാണ്. അപ്പൊ ചില രൂപങ്ങൾ കൊടുത്ത് ചില കസേരകൾ കൊടുത്ത് നമ്മൾ ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഇതുപോലെ ശലോമോന് പറ്റിപ്പോലെ ആകയാൽ ഞാൻ ഹൃദയത്തിൽ എന്നോട് പറയുന്ന പോലത്തെ വാക്കുകൾ പറഞ്ഞ് അവസാനം അദ്ദേഹം നിത്യമായ നരകത്തിലേക്ക് പോകേണ്ട ഗതികേട് വന്നു എന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ സെബദീപുത്രന്മാരെയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മൾ കഴിഞ്ഞ അല്പമായി ചിന്തിച്ചതാണ് പറഞ്ഞു വിചാരിക്കുന്നു അല്ലേ? കർത്താവ് വിളിച്ചപ്പോൾ തന്നെ വള്ളവും വലയും അപ്പനെയും അമ്മയെയും പിന്നെ എന്തൊക്കെയാ അല്ലേ അദ്ദേഹത്തെ ചാർച്ചക്കാരും ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് അദ്ദേഹം മത്തായി 4-ാം 18 മുതൽ 22 പഠിക്കുമ്പോൾ ഉടനെ അവർ വലവിട്ടേച്ച് ഓടിച്ചു വിടുകയാണ്. വലവിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ അപ്പം ഈ പറഞ്ഞതുപോലെ പിന്നാലെ വരുവിൻ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറയുമ്പോൾ അവർ ഞാൻ പറയാം 18-ാമത്തെ വാക്യം, അവർ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ ആന്ത്രയാസ്, പിന്നെ ഇങ്ങനെ മീൻപിടുത്തക്കാർ 2 സഹോദരന്മാർ കടലിൽ വലവിശുദ്ധ കണ്ടു. പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം എന്ന് അവരോട് പറഞ്ഞു. അടുത്ത വാക്യം, ഉടനെ അവർ വലവിട്ടേച്ച് അവനെ അനുഗമിച്ചു. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോയാറേ സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹനാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. ഉടനെ പടകിനെയും, അടുത്ത വാക്യം, അപ്പനെയും വിട്ട് അവൻ അനുഗമിച്ചു. കാരണം ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ ഇത് പഴയ നിയമത്തിൽ പറഞ്ഞു വന്ന് തുടങ്ങി വന്നിട്ടാ അതിന്റെ പരാജയങ്ങൾ, ശലോമോന് പറ്റിയ പരാജയങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടാ പുതിയ നിയമത്തിൽ വരുമ്പോൾ അവരുടെ സകലം വിടുകയാണ്. അവരുടെ ജീവിതമാർഗമായ ആ വള്ളവും വലവും അവരെ ജനിപ്പിച്ച അപ്പനെയും വിട്ടിട്ടാണ് അവർ കർത്താവിന്റെ പുറകെ അനുഗമിച്ചത്. കാരണം എത്രമാത്രം വിളതെന്നറിയാമോ? ആ വിളിച്ചവന്റെ വിളി ആ പരമാർത്ഥമായ വിളി, ആ നിത്യതയ്ക്കുള്ള വിളിയാണെന്ന് ആ തത്സമയം. കാരണം ഇന്ന് നമ്മൾ പോയി സുവിശേഷം പറയുമ്പോൾ കർത്താവിലേക്ക് വിളിക്കുന്ന നമ്മുടെ വിളിയുണ്ട് അല്ലേ? നമ്മൾ വിളിക്കാറില്ലേ? പക്ഷെ അതിനേക്കാൾ പവർഫുള്ളാ സ്വർഗസ്ഥനായവൻ ആ ശിഷ്യന്മാരെ വിളിച്ചത്. വ്യത്യാസം മനസ്സിലായോ? നമ്മൾ വിളിക്കുന്നതിനൊക്കെ എവിടെയെങ്കിലും ഇച്ചിരി കുറവുകളുണ്ടാവും. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നൊക്കെ പറഞ്ഞാൽ ശരിയാ, എന്നാലും ഇച്ചിരി നമ്മുടെ ജഡവും നമ്മുടെ സ്വയൊക്കെ പൊങ്ങിയിരിക്കും. പക്ഷെ സ്വർഗസ്ഥനായവൻ ഡയറക്റ്റ് വിളിക്കുക. അതുകൊണ്ട് ആ തത്സമയം തന്നെ അവർ ആ വള്ളവും വലയും പിന്നെന്താ അപ്പനെയും വിട്ട് അനുഗമിക്കുന്നത്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? സ്വർഗസ്ഥനായവൻ, സാക്ഷാൽ ദൈവമായവൻ, അവന്റെ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വിളിക്കുമ്പോൾ ഒറ്റ വിളി മതി, ഒറ്റ കൽപ്പിച്ചാൽ മതി, അവിടെ സൗഖ്യമാകും. നമ്മളൊക്കെ അവനെ കുത്തിപ്പിടിച്ച് ഇരുത്തി അല്ലെ ചവിട്ടിപ്പിടിച്ച് വയറ്റിടിച്ച് എന്തൊക്കെ കാണിച്ചു കൂട്ടിയാണ് സൗഖ്യമാക്കാൻ നോക്കുന്നത്. പക്ഷെ സ്വർഗസ്ഥായവൻ വ്യത്യാസം അതാ. അതുകൊണ്ട് ആ വിളി കേട്ടപ്പോൾ തന്നെ അവർക്കകത്തും ആത്മാവ് ഗൈഡൻസ് കൊടുത്ത് കാണും.
കൂടെ അവൻ അപ്പനെ പടകിലേക്ക് വിട്ട് അപ്പനെ വിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന സത്യത്തിൽ ഇതാണ് യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതത്തിന്റെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. വരുമ്പോൾ ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ് സ്ഥാപിക്കപ്പെടേണ്ടത്. അതാണ് ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. ഹല്ലേലൂയ. അത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അപ്പൊ ഇത് യഥാർത്ഥമായ നമ്മൾ എന്താ പറയുക നിത്യത ആ ഫറവോന്റെ നന്മകളും അല്ലെങ്കിൽ അവിടുത്തെ മഹത്വം കണ്ടിട്ട് ഒരു സൈഡ്, മറു സൈഡിൽ ആ ദൈവരാജ്യം കണ്ടാൽ മാത്രമേ അതിന്റെ വെളിച്ചം വീശിയാൽ മാത്രമേ നമുക്ക് തൂക്കി നോക്കിയാൽ മനസ്സിലാകും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ കർത്താവിനെ പ്രതി ഇഹലോകത്തിലേക്ക് വേണ്ടി മാത്രം ക്രിസ്തു പ്രത്യാശ വെച്ച് ഓടി ഓടി കായിനെ പോലെ ക്ഷീണിച്ച വേർത്ത് കുളിച്ച് അവസാനം ഈ മരുഭൂ യാത്രയിൽ തന്നെ ചത്തൊടുങ്ങി പോകുന്ന കാര്യം മറന്നു പോകരുത്. എത്രയോ വിശ്വാസികളാ ഈ മരുഭൂ യാത്രയിൽ ചത്തൊടുങ്ങി പോയത്. അതിന്റെ ചരിത്രമാണ് ഈ ഇഷ്ടം പോലെ ആവർത്തിച്ച് ദൃഷ്ടാന്തമായി നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നതൊക്കെ എത്ര ആവർത്തിച്ച് പറഞ്ഞ വാക്കാന്നറിയാമോ? കാരണം നമുക്ക് തെറ്റിപ്പോകാനായിട്ടുണ്ട്. അവരെ പോലെ അതേ മനസ്സാ നമുക്കുമുള്ളത്, അല്ലേ? അതേ ആഗ്രഹങ്ങൾ തന്നെയാണ് നമുക്കുമുള്ളത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുള്ളത് നിങ്ങൾക്ക്? അതുകൊണ്ട് മത്തായി 10-ാം അധ്യായം അതിന് 34 വായിക്കുമ്പോൾ കർത്താവ് എന്തിനു വേണ്ടി വന്നു എന്നതിന് അവിടെ പറയുമ്പോൾ, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിങ്ങൾ നിരൂപിക്കരുത്. മറു സൈഡിൽ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. ഇവിടെ പറയുന്നു ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, തമ്മിൽ ഭിന്നത. അതാ വാക്ക്, നല്ല വാക്ക്. തമ്മിൽ അടി. അതാണ് യഥാർത്ഥ മൂലഭാഷ കേൾക്കുന്നത്. ഞാൻ വാളത്രേ വരുത്തുവാൻ വന്നത്. എവിടെയാ വാള് വരുത്തിയത്? മനുഷ്യൻ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായിയമ്മയോടും ഭിന്നിപ്പിക്കുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. യഥാർത്ഥമായ ക്രിസ്ത്യ ജീവി കർത്താവ് എന്തിനാ ഭൂമിയിലേക്ക് വന്നതിന്റെ മർമ്മം വെളിപ്പെടുത്തുകയാ. ഒരു മറു സൈഡിൽ പറയാ ഞാൻ വന്നത് നിങ്ങൾക്ക് സമാധാനം തരാൻ. പക്ഷെ അതേ നാവ് കൊണ്ട് തന്നെ വേറെ വശത്ത് അനുവദിച്ചിരിക്കുക. എന്താണെന്നറിയാമോ? ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു അല്ലെ എന്ന് നിരൂപിക്കരുത്, ചിന്തിക്കരുത്. അതിനുവേണ്ടിയല്ല ഞാൻ വന്നത്. ഹല്ലേലൂയ. സമാധാനമല്ല, വാൾ. തമ്മിൽ വാൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വന്നത്. എവിടെയാ വാൾ ഉണ്ടാക്കുന്നത്? അപ്പനും അമ്മയും അല്ലെ, മരുമകളും അമ്മായിമ്മയും അല്ലെ, അമ്മായിയപ്പനും മരുമോനൊക്കെ ആയിട്ട് അടി ഉണ്ടാക്കാൻ തന്നെയാ, ഭേദിപ്പനത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യൻ. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവനത് കണ്ടെത്തും. ഇത് മുഴുവൻ പറഞ്ഞു വരുന്നത് ശലോമോന് പറ്റിയ പരാജയം എവിടെയെന്നറിയാമോ? തന്റെ ഹൃദയത്തിൽ അദ്ദേഹം പറയാൻ തുടങ്ങി, തന്റെ മനസ്സിൽ അദ്ദേഹം പറയാൻ തുടങ്ങി. ഇത് മുഴുവനും കർത്താവ് വന്ന സമാധാനം തരാൻ വേണ്ടിയ ഒരു മാറ്റവുമില്ല. ഇവിടെ പറയുന്നറിയാമോ? ഞാൻ വന്നത് വാൾ. സമാധാനമല്ല, വാൾ. എന്താ എവിടെയാ നമുക്ക് സമാധാനം ഉണ്ടോ? നമുക്ക് രണ്ട് വാക്ക് ഒരേപോലെ കിടക്കുക. നല്ല അടി വീഴുന്ന വാക്കല്ലേ, കോൺട്രവേഴ്സിയായ വാക്ക് രണ്ടെണ്ണം. ഞാൻ വന്നത് സമാധാനം ഉണ്ടാക്കുവാൻ. ഇവിടെ പറഞ്ഞ ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഭിന്നത വാൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. എവിടെയാ നമുക്ക് മനസ്സിലാകുന്നത്? കർത്താവ് എവിടെയാ നമുക്ക് സമാധാനം തന്നത്? ഈ പ്രതിസന്ധങ്ങളും പ്രതിസന്ധികളും പേമാരികളെ പെയ്തിറങ്ങുമ്പോഴും നമ്മൾ സമാധാനത്തോടെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലേ? എവിടെയാ സമാധാനം വന്നത്? എന്റെ അകത്താ. എന്റെ ഈ ദൈവരാജ്യം സ്ഥാപിച്ചത് ആത്മാവ്, പിന്നെ നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെയാ സമാധാനം വന്നിരിക്കുന്നല്ലേ. ഈ ലോകത്തിനകത്ത് ഒരു സമാധാനം കർത്താവ് വെച്ചിട്ടില്ല. നമുക്ക് സമാധാനം പറഞ്ഞിട്ട് വേറെ വരാൻ പോകുന്നുണ്ട്. ഒട്ടും പടിവാതിക്കൽ എത്തിയിരിക്കുക അവൻ ലോകത്തിൽ സമാധാനം കൊടുക്കാൻ. അവൻ വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെക്കാളേറെ മറ്റെന്തിനേയും സ്നേഹിച്ചാൽ ഉറപ്പ് ഞാൻ പറയാം, അവിടെ വാളുണ്ടായിരിക്കും. ഒറ്റവാക്കി പറഞ്ഞു, വേറെ അതിൽ വർണ്ണിക്കാനൊന്നും നമുക്ക് സമയമില്ല അല്ലേ. ദൈവത്തെ, ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവൻ, വീണ്ടും ജനിക്കപ്പെട്ടവൻ, പുതിയ നിയമത്തിൽ അംഗമാണെങ്കിൽ അവൻ ദൈവത്തെക്കാൾ ക്രിസ്തുവിനേക്കാൾ വേറെ എന്തിനെ സ്നേഹിച്ചാലും അത് കുടുംബത്തിലാവട്ടെ അവിടെ അടി ഉറപ്പാ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മെ വിളിച്ച കർത്താവിനേക്കാൾ ഒന്നാമത് വേറെ എന്തിനെ, നമ്മുടെ ജോലിയെ, നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ അല്ലേ, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, എന്തിനെ അത് നമ്മൾ സ്നേഹിക്കുന്നുവോ അവിടെ അടി ഉറപ്പാണെന്ന് ഞാൻ പറയാം. കാരണം എന്താണെന്നറിയാമോ? അത് ഭിന്നത വരുമ്പോഴാണ് സത്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ അല്ലേ. ഞാൻ പറയാം, നമ്മുടെ കുടുംബത്തിനകത്ത് എപ്പോഴും സന്തോഷം, എപ്പോഴും ആനന്ദമാണെങ്കിൽ നമുക്ക് കർത്താവിനെ വേണോ? ജാതീയ ലോകത്ത് ജീവിക്കുന്ന വിചാരിച്ചു ഒരാൾ കർത്താവിനെ അറിഞ്ഞു,
അല്ലേ? അതിനകത്ത് രക്ഷിക്കപ്പെടാത്തവനും പെട്ടവനെല്ലാം തമ്മിൽ സന്തോഷമായി ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കർത്താവിന് ആവശ്യം വരുമോ? ഇല്ല. നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിനെ പിൻപറ്റുന്ന അറിയാമോ? നമുക്ക് ഇങ്ങനെ കുറവുകളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതോട് തന്നെയാ. പലർത്തം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ഒരു സമാധാനം വരുത്താനല്ല കർത്താവ് വന്നത്. ഈ ലോകത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ ഓർത്താൽ മതി, നമ്മൾ ക്രിസ്തുവിനെ ഇന്നും അനുഗമിച്ചിട്ടില്ല. നാം ഇപ്പോഴും ലോകക്കാരുമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുക. ലോകം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മർമ്മം മനസ്സിലായോ? ഇതിനെ വിവരിക്കാൻ പോയത് വേറെ ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെ പ്രിയപ്പെടുന്ന എനിക്ക് യോഗ്യനില്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്ന. അതുകൊണ്ടാ മാർക്കോസ് ഒരുപാട് മാർക്കോസ് പറയുന്നുണ്ട്, മിക്കവിടത്ത് കാണാൻ കഴിയും അല്ലേ? എന്താ പറയാ, നിലങ്ങളെയും അല്ലെ 100 മടങ്ങ് എന്നൊക്കെ പറഞ്ഞ അവിടെ ഇട്ടിട്ടുണ്ട്. മാർക്കോസ് 10-ാം അധ്യായത്തിൽ 100 മടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകും, ഇത്ര മാത്രം പറഞ്ഞു വിടുകയാണ്. അത്യാവശ്യം മാത്രം ഞാൻ എടുത്തു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 12-ാം അധ്യായത്തിലേക്ക് വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ എന്ന വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിനും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. രണ്ട് വാക്യ 13 പറയുക, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് നമ്മളൊക്കെ എല്ലാ ആഴ്ചയും ഏറ്റു പറയുന്ന ആൾക്കാരാ, എല്ലാ ദിവസവും ഏറ്റു പറയുന്ന ആൾക്കാരാ നമ്മൾ കർത്താവിന്റെ മക്കളാണ്. പക്ഷെ പ്രവൃത്തിയിൽ പലപ്പോഴും നമുക്കില്ല. നമ്മളും മോശക്കാരല്ല. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും നമ്മൾ സമർപ്പിച്ചിട്ടല്ലേ പോകുന്നത് ഇവിടുന്ന്? അല്ലേ? ഇവിടെ ശുശ്രൂഷയ്ക്ക് ദൈവാസന്മാരൊക്കെ പറയുന്ന സമർപ്പിക്കും, വിട്ടുകൊടുക്കുക, സമർപ്പിക്കുന്നു പറയും. പക്ഷെ സമർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ സമർപ്പണം വേറേത്, ജീവിതം വേറെ. പലപ്പോഴും അബ്രഹാമിനെ പോലെയൊക്കെ സമർപ്പണം ജീവിതത്തിൽ വെളിപ്പെടണം എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് വാഗ്ദത്ത ദേശത്ത് നോക്കിയേ, അന്യദേശത്ത് എന്ന പോലെ ചെന്ന വാഗ്ദത്തത്തിന് കൂട്ടവകാശിയായ ഇസ്ഹാക്കും യാക്കോബിനും കൂടെ വാഗ്ദത്ത ദേശത്ത് പോയിട്ട് എങ്ങനെ ജീവിച്ചത്? അന്യദേശത്ത് എന്ന പോലെ ജീവിച്ചു. അബ്രഹാമിന് ദൈവം കൊടുക്കാമെന്ന് വാഗ്ദത്ത ദേശം എവിടെന്നറിയാമോ? അവിടെ പറഞ്ഞത് ഈ ഭൂമിയിലെ പാലും തേനും ഒഴുകുന്ന പാലസ്തീൻ ദേശത്ത് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ദേശത്ത് പോയിട്ട് അദ്ദേഹം പാർത്തു. അദ്ദേഹം അവിടെ പാർത്തു. പക്ഷേ അവിടെ വെച്ച് എവിടെയോ വഴിയാത്ര എവിടെയോ അദ്ദേഹം എവിടെയോ വെച്ച് ദൈവത്തിന് ഇടപെടൽ കിട്ടുക നമുക്ക് അറിയത്തില്ല. എവിടെയോ ഇടപെട്ടു. അപ്പോഴാണ് തല ഉയർത്തി മുകളിലേക്ക് നോക്കിയത്. ഇതൊന്നും അല്ല എന്റെ ദേശമെന്ന് മനസ്സിലായത് കൊണ്ടാണ് വാഗ്ദത്ത ദേശത്ത് താമസിച്ചപ്പോഴും അദ്ദേഹം പറയാ, ഞാൻ അന്യനും പരദേശിയുമാണെന്ന്. അതുകൊണ്ട് ആ വാക്കിന്റെ അർത്ഥം, വിശ്വാസത്താൽ അവർ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തെന്ന പോലെ. പലപ്പോഴും നമുക്കിത് ഇത് നമ്മുടെ അന്യദേശമാണ്. പക്ഷെ നമ്മുടെ ജീവിതം വാഗ്ദത്തദേശത്തെന്ന പോലെയാണ് അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം മാറുന്നത്. വ്യത്യാസങ്ങൾ അതാണ്, ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ജീവിതം കൊണ്ട് തെളിയിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട്, ഒരു സമർപ്പണം കൊണ്ട് മാത്രമല്ല, ഭൂമിയിൽ അന്യനും പരദേശിയുമെന്ന് ഏറ്റു പറഞ്ഞത് വാഗൊണ്ട് ഏറ്റു പറഞ്ഞതല്ല, ജീവിതം കൊണ്ട് ഏറ്റു പറഞ്ഞതാ. ആണോ? ഹല്ലേലൂയ. വാക്കുകൊണ്ട് ഏറ്റു. നമ്മളെല്ലാം എല്ലാ സൺഡേയും വാക്കുകൊണ്ട് ഏറ്റു പറയുന്ന ആൾക്കാരാ, കൊണ്ട് പറയുന്ന ആൾക്കാരാ, നമ്മൾ സമർപ്പിക്കുന്ന ആൾക്കാരാ. പക്ഷെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നു. വാക്കും ജീവിതം തമ്മിൽ ഇന്റർലി ഡിഫറൻറ്റ് നമ്മുടെയൊക്കെ പലപ്പോഴും. ഇവിടെ അദ്ദേഹം വാഗ്ദത്ത ഭൂമിയിൽ വന്ന് ജീവിച്ചിട്ടും പറയുക, വാഗ്ദത്തിന് അവകാശിയായ യാക്കോബിനും ഇസ്ഹാക്കിന്റെ കൂടെ അദ്ദേഹം കൂടാരങ്ങളിൽ എവിടെയാ? ഞങ്ങൾ ഇത് വാഗ്ദത്ത ദേശമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും അവർ ടെന്റ് അടിച്ചുകൊണ്ട്, ഒരു ബിൽഡിംഗ് പോലും അടിയാതെ ടെന്റ് അടിച്ചുകൊണ്ട് അവർ അവിടെ ജീവിച്ചു. കൊച്ചുമക്കളെയും കാണിച്ചു കൊടുത്തു. ഇത് ദൈവം നമുക്ക് വാഗ്ദത്തമാണെന്ന് പറഞ്ഞ ദേശം ഇത് തന്നെയാ. പക്ഷെ ഇതല്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വായിച്ച് താഴേക്ക് വരുമ്പോ ദൈവം പറഞ്ഞ ആകാശത്തിലെ മണൽത്തരി പോലെ ഞാൻ നിങ്ങളെ, കേട്ടിട്ടില്ലേ? വായിച്ചിട്ടില്ലേ ഇത്? ആകാശത്തിലെ മണത്തരി പോലെ ഞാൻ നിങ്ങളെ എണ്ണിയാൽ കൂടാത്തൊരു മഹാപുരുഷാരമാക്കി മാറ്റാമെന്ന് പറഞ്ഞു. പറഞ്ഞോ? ഇതാരാ മനസ്സിൽ കിടക്കുക? നമ്മുടെ വിഷയം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാൻ നോക്കിയത്. പക്ഷെ നിങ്ങൾ എന്തോ എവിടേക്ക് മനസ്സ് കിട്ടുന്നില്ല എനിക്ക്. അബ്രഹാമിന് മനസ്സിൽ കിടക്കുക. അബ്രഹാം ഇപ്പൊ എവിടെ വന്നിരിക്കുന്നത് അറിയാമോ? എവിടെ വന്നിരിക്കുന്നത്? ഇപ്പോ വാഗ്ദത്ത ഭൂമിയിൽ നിൽക്കുകയാ. അദ്ദേഹം വാഗ്ദത്ത ഭൂമിയിൽ നിൽക്കുമ്പോ കേരളത്തിലെ പകുതി പോലും ഇല്ല. 230 കിലോമീറ്റർ ലെങ്ത്തും ഏറ്റവും വീതിയുള്ള വശം 138 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്രയും വീതിയേ ഉള്ളൂ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ പറഞ്ഞ കനാൽ ദേശത്ത്. കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്ത ദേശം. അദ്ദേഹം അവിടെ വന്ന് താമസിച്ച് മകനോടും കൊച്ചുമകനോടും കൂടി താമസിച്ചപ്പോൾ
ഞാനും കണക്കൂട്ടി നോക്കി, എനിക്ക് മനസ്സിലായി ഈ കേരളത്തിലെ പകുതി പോലും ഇല്ലാത്ത ദേശം, 230-45 കിലോമീറ്റർ മാത്രം നീളവും 136 അത്രയും ഏതാണ്ട് 136 കിലോമീറ്റർ വീതിയും ഏറ്റവും കൂടിയുള്ള വശം. ആ ദേശത്ത് അദ്ദേഹം വന്ന് പാർത്തപ്പോൾ ഞാൻ നോക്കുകയാണ്, ഞാനിപ്പോ ആലോചിച്ചതാ, ഈ മോശ കൂട്ടി നോക്കിയതുപോലെ അദ്ദേഹം കൂട്ടി നോക്കി. എണ്ണിയാൽ തീരാത്ത മഹാപുരുഷാരം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞിട്ട് ആകാശ നക്ഷത്രങ്ങളെ പുള്ളി നോക്കിക്കാണും. ഒരു രാത്രി എന്താ പറയാ, മലയുടെ മുകളിൽ നോക്കിയിട്ട് നക്ഷത്രങ്ങൾ എണ്ണാൻ തുടങ്ങി. എണ്ണി കോടി കഴിഞ്ഞു, പിന്നെ എനിക്കറിയാൻ പാടില്ല ബാക്കിയെന്ന്. കോടി കഴിഞ്ഞു, കോടി കഴിഞ്ഞു. എണ്ണിയാൽ തീരത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ എണ്ണിത്തീർന്നത് അല്ലേ. അത്ര നമുക്ക് വലിയ പിടിപാടൊന്നുമില്ല, നമുക്കൊക്കെ വല്ല 1000-5000 ഒക്കെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എണ്ണി നോക്കിയപ്പോ അദ്ദേഹം ആ ഓരോരുത്തര വലിപ്പം നോക്കി, ഏതാണ്ട് 6 അടി പൊക്കോ അല്ലേ, 10-100 തൂക്കം വെച്ച് തൂക്കി നോക്കിയപ്പോ അതിന്റെ ഒരു കാൽഭാഗമല്ല, ഒരു എന്താ പറയുക, ഒരംശം പോലും ഈ ദൈവം എനിക്ക് തന്ന വാഗ്ദത്ത ഭൂമിയിൽ ഒതുങ്ങത്തില്ല. ഈ നക്ഷത്രങ്ങളെ എണ്ണം എടുത്ത് നോക്കിയിട്ട് മുഴുവൻ എണ്ണി കാണത്തില്ല, എനിക്കറിയല്ലേ. അതിന്റെ ഒരു ചെറിയ നുള്ളു പോലും ഈ വാഗ്ദത്ത കനാലിൽ ഇത്രയും മാത്രം എന്താ പറയാ, കേരളത്തിലെ പകുതി പോലും ഇല്ലാത്ത വാഗ്ദത്ത ഭൂമിയിൽ അത്രയും പോലും ഒതുങ്ങത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം നോക്കിയത് ഇതൊന്നും അല്ല ദൈവം എന്നോട് പറഞ്ഞത്. അപ്പോഴാണ് ശിരസ്വരൂപത്തി മുകളിലേക്ക് നോക്കിയത്. അപ്പൊ കണ്ടു ആ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന മനോഹരമായ പട്ടണത്തെ കുറിച്ച്. യെരൂശലേം എന്ന പട്ടണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കണക്ക് കൂട്ടി നോക്കുകയാ. വല്ലപ്പോഴൊക്കെ കൂട്ടി നോക്കുന്ന ഇതുപോലെയൊക്കെ. മോശ കൂട്ടി നോക്കി, അബ്രഹാമും കൂട്ടി നോക്കി കാണണം, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ എന്റെ മനസ്സുകൊണ്ട് പറയുക, ഞാനും കണക്ക് കൂട്ടി നോക്കിയപ്പോഴാണ് ഇതിലേക്ക് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പെരുപ്പം നോക്കി നിന്നു. അത്രയൊന്നും അതിന്റെ ഒരു % പോലും ഈ എനിക്ക് തന്നെ വാഗ്ദത്ത ഭൂമി ഒതുക്കത്തിൽ നിന്ന് കണ്ടപ്പോഴാണ് ഇതൊന്നും അല്ല യഥാർത്ഥമായ അവകാശം ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം തല ഉയർത്തി നോക്കിയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ട് അന്യദേശത്തെന്ന പോലെ. അല്ലെ, പണ്ട് ഉൽപ്പത്തി പുസ്തകം ചിന്തയിൽ വരിക, ഉൽപ്പത്തി പുസ്തകത്തിൽ ആ കായിന്റെ പരമ്പരയിൽ 7-ാമനായ അല്ലെ അടുത്ത് വരുമ്പോൾ അതിന്റെ പേര് മറന്നുപോയില്ല, അദ്ദേഹത്തിന്റെ മകന്റെ പേരിട്ടു ദേശത്തിന്. ഇല്ലേ, ഏത് പയ്യന്റെ പേരാ? കായിന്റെ മകനില്ലേ? കായിന്റെ മകന്റെ തലമുറ 7-ാം തലമുറ വന്നപ്പോ ആ ദേശത്തിന് ആരുടെ പേരിട്ടത്? ആ മകന്റെ പേരിട്ടിരിക്കുന്നു ദേശത്തിന്. വായിച്ചിട്ടുണ്ടോ നിങ്ങള്? ആ ഉൽപ്പത്തി പുസ്തകത്തില് കായിന്റെ 7-ാം തലമുറക്കാര് വന്നപ്പോ അവിടെ ആ ദേശത്തിന് അവരുടെ പേരിട്ടു, നാടിന്. ഈ അബ്രഹാമിന് വേണമെങ്കിൽ ഇടാനില്ലേ, കനാൽ ദേശത്തിന് അപ്പുറത്ത് അല്ലേ, വല്ല ഗദർ ദേശത്തിലെ എന്തെങ്കിലും ദേശത്തിനും ഇരിക്കട്ടെ ഇസ്ഹാക്ക് ദേശം എന്ന് പറഞ്ഞ് ഇടാൻ പാടില്ലേ? സ്വന്തം നാടല്ലേ, ദൈവം വാഗ്ദത്തം കൊടുത്തതല്ലേ. എന്തുകൊണ്ട് അബ്രഹാം ഇട്ടില്ല? ഞാനൊരു പേരിടുകയാണെങ്കിൽ എന്റെ മനസ്സ് അവിടെ ഉടക്കിപ്പോയെന്നർത്ഥം. ഡിനിൽ വില്ല മിണ്ടില്ല, എനിക്ക് അല്ല, ഒരു വലിയ സ്കോൾ ഉണ്ടാക്കിയിട്ട് അതില് എന്റെ പേരാ പേടിക്കുന്ന, നിങ്ങളുടെ പേര് കേട്ടിട്ടില്ല കേട്ടോ. ഡിനിൽ വില്ല അല്ലേ, വില്ലാന്നിട്ടാൽ എന്റെ മനസ്സ് അവിടെ തന്നെ ഉടങ്ങി നിൽക്കുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഒരു ദേശത്തിന് അല്ലേ, അയ്യോ ഗ്രഹിക്കാൻ പറ്റുന്നില്ലത്. ഒരു ദേശത്തിനോ ഒരു നാടിനോ സ്വന്തം പേരിട്ട് നിന്ന് നോക്കിയേ, നമ്മളെ ഹൃദയം അവിടെ നിന്ന് പറഞ്ഞു പോകത്തില്ലെന്നാ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാം ഇസാക്കും വാഗ്ദത്തം ഉള്ളവർ ഒരിക്കലും ഈ ഭൂമിയിൽ അവരുടെ മക്കളുടെയോ കൊച്ചുമക്കളുടെ പേരൊന്നിട്ടില്ലെന്ന്. എന്നാൽ കായിന്റെ പരമ്പര എടുത്ത് പഠിച്ചാൽ മതി, 7-ാമനായ കായിന്റെ പരമ്പരയൊക്കെ എടുത്ത് പഠിച്ചാൽ അവിടെ അവന്റെ കൊച്ചുമകന്റെ പേരിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. കല്ലുകൊണ്ട് മറ്റേന്ന് ആയുധങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അവിടെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, അവിടെ യുദ്ധക്കോപ്പുകളൊക്കെ അല്ലേ ഉണ്ടാക്കി വെച്ച കാര്യം. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാ വാഗ്ദത്ത ദേശത്ത് എത്തിയിട്ടും വെറും അന്യനും പരദേശി എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും അല്ലെന്ന് പറഞ്ഞ് മക്കളെയും കൊച്ചുമക്കളെയും പഠിപ്പിച്ചിട്ട് അതീ നാട് കടന്നു പോയത്. ഹല്ലേലൂയ. കാരണം ഇതാ യഥാർത്ഥമായ ക്രിസ്തു ജീവിതം. ഈ ഭൂമിക്ക് ആയുസ് 7000 വർഷം മാത്രമേ ഉള്ളൂ. ഇതിനെ ഇവിടെ ഉണ്ടാക്കുന്ന പേരും പ്രശസ്തിയും മാനവും എല്ലാം ഒരു ദിവസം അസ്തമിച്ചു പോകും. ഇല്ലെങ്കിൽ ആറ്റം, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ ഒറ്റ തീപ്പൊരി വരുമ്പോൾ ഇത് കത്തിപ്പോകാനിരിക്കുന്നതേ ഉള്ളൂ. അത്രയും മാത്രമേ ഉള്ളൂ ഈ ഭൂമി. വെറും 28.5 ഡിഗ്രി 23 ഡിഗ്രി ചരിച്ച് മാത്രം, ഇത്രയും മാത്രം ചരിച്ച് ഭൂമി നിർത്തിയിരിക്കുക. 3-ൽ 2 ഭാഗവും വെള്ളമാ, 1 ഭാഗം മാത്രമേ ഈ ഭൂമി കരവുള്ളൂ. ഹല്ലേലൂയ. ജലപ്രളയം വന്നപ്പോൾ, നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം വന്നപ്പോൾ ഈ ഭൂമി ഈ ഒരു മണ്ണാങ്കട്ട എടുത്ത് വെള്ളത്തിലിട്ട് ഉടഞ്ഞു പോകുന്നത് പോലെ ഈ ഭൂമി ഉടഞ്ഞു പോയി 7 ഭൂഖണ്ഡങ്ങളായി പിരിഞ്ഞു പോയതേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 3-ൽ 2 ഭാഗം വെള്ളമാ. ഇപ്പൊ വെള്ളം നോക്കി കാണത്തില്ല അല്ലേ, മുഴുവനും കരകളാ. പക്ഷേ
അതിൽ ദൈവം അതിന്റെ നോർത്ത് പോളിൽ സൗത്ത് പോളിലൊക്കെ മഞ്ഞുകട്ടകളായി ആ വെള്ളത്തെ ദൈവം ഇന്ന് എന്താ പറയാ മഞ്ഞുകട്ടകളാക്കി ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുക ദൈവം. അത് ഉരുകി തുടങ്ങുന്നതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ പേടിച്ചിരിക്കുന്നത്. ചില വെള്ളം പൊങ്ങി ഭൂമി മുഴുവൻ നിറയുള്ളൂ എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, അരാരത്ത് പർവ്വം 7 പർവ്വതങ്ങളിൽ ഏറ്റവും മുകളിലെ പർവ്വതമാ. സിയോൺ കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് വരുന്ന പർവ്വതമാ അരാരത്ത് പർവ്വതം, അല്ലേ? അന്ന് വെള്ളം പൊങ്ങിയപ്പോ അരാരത്ത് പർവ്വതത്തിന് മുകളിൽ വെള്ളം പൊങ്ങി, ഭൂമി മുഴുവൻ വെള്ളമായി. എവിടെയാ വെള്ളം ഇന്ന്? വിഷയം വിട്ടു പോകുക, എന്നാലും പറഞ്ഞു പോകുക. എവിടെ ഇന്ന് ആ വെള്ളം? പറ നിങ്ങള്. ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതങ്ങൾ, ഏറ്റവും വലിയ പർവ്വതം അരാരത്ത് പർവ്വതം. അതിന്റെ മുകളിൽ വെള്ളം പൊങ്ങി. ആ വെള്ളം എന്തെന്നേ? വെള്ളമൊന്നും പോയിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ആ വെള്ളത്തെ ദൈവം മഞ്ഞുകട്ടകളാക്കി മാറ്റി വെച്ചിട്ടാ ഈ ഭൂമിയെ വീണ്ടും പുതുക്കി അല്ലേ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഇത്രയ്ക്കുള്ളൂ ഇത് ഭൂമി. നമ്മൾ ഈ കാണുന്ന വലിയ കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നതൊന്നും ഒന്നുമല്ല. ആ ജലം, ആ ഐസ് കട്ടൊന്നും മെൽറ്റ് ആവാൻ ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, കർത്താവ് ഒന്ന് കണ്ണടച്ചാൽ ലോകത്തിൽ 2 സ്ഥലങ്ങളാ. ഒന്ന് എന്റെ ഓർമ്മയില്ല, പേര് എവിടെ എഴുതിച്ചിട്ടുണ്ട്. ഈ 262 രാജ്യങ്ങളടങ്ങുന്ന ഭൂമിക്കകത്ത് 2 രാജ്യങ്ങൾ, 2 സ്ഥലങ്ങൾ സീ ലെവലിനേക്കാൾ എത്രയോ മീറ്ററുകൾ താഴെയെന്നറിയാമോ? അതിലൊന്നേതാണെന്നറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ഒന്ന് അവിടെ അമേരിക്ക ഒരു സ്ഥലത്താണ്, എവിടെ നോട്ട് വെച്ചിട്ടുണ്ട്, നെറ്റടിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. മറ്റേതാണെന്നറിയാമോ? പേടിക്കൊന്നും വേണ്ട, ഇത് തന്നെയാ, നമ്മുടെ തന്നെയാ ലോകത്തിൽ 2ാമത്തെ നിൽക്കുന്നത്. വെള്ളം എപ്പോ വേണേലും പൊങ്ങാം. നമ്മുടെയൊക്കെ ഇരിപ്പ് കാണുമ്പോൾ നമുക്ക് പേടിയല്ലേ? എത്രയോ മീറ്ററുകൾക്ക് താഴെ കിടക്കുകയാ നമ്മള്. സീ ലെവലിനേക്കാൾ താഴെ കിടക്കുന്നത്. ഹല്ലേലൂയ. എവിടെയോ ദൈവത്തിന്റെ കരം നമ്മുടെ കേരളത്തോട് ഒരു മനസ്സലിവ് തോന്നി പണ്ട്. കാരണം നമ്മുടെ അപ്പോസ്തലൻ വന്നുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല, മറ്റൊന്നും കൊണ്ടല്ല. ലോകത്തിൽ എല്ലായിടത്തും പോയാലും, ചന്ദ്രനിൽ പോയാലും അവിടെ പാസ്റ്റർമാരുണ്ടായിരിക്കും, കേരളത്തിൽ നിന്ന് പോയ പാസ്റ്റർമാരായിരിക്കും. ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്ത് സഞ്ചരിച്ചു, പല ഭാഗത്ത് ഞങ്ങൾ സഞ്ചരിച്ചു അനുഭവിച്ചൊക്കെ കേട്ടു. പലയിടത്തും പോയാൽ കേരളത്തിൽ നിന്ന് പോയ പാസ്റ്റർമാരുള്ള അതിൽ ഭൂരിഭാഗം കിഴക്കൻ മേഖല, ഈ എന്താ പറയാ കിഴക്കൻ മേഖലയില്ലേ, എന്താ കട്ടപ്പന, കുമിളി, മറ്റു ഇവിടെയൊക്കെയുള്ള ഭാഗത്തൊക്കെയുള്ള ആൾക്കാരാണ്. നല്ലൊരു ശതമാനം പാസ്റ്റർമാർ പോയിരിക്കും. ലോകത്തിലെ എല്ലായിടത്തും ഞങ്ങൾ എവിടെയൊക്കെ പോയി, പലയിടത്ത് പോയിട്ടും, ഇന്ത്യയിലെ പല ഭാഗത്ത് പോയിട്ടും അവിടെയൊക്കെ കാണുന്നത് കേരളത്തിലെ പാസ്റ്റർമാരാ. ദൈവം മനസ്സിലേക്ക് തന്നായിരിക്കും നമ്മളോടൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടുപോകുക. അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇത്രയ്ക്കധികം ഈ ദർശനം നമ്മുടെ അകത്ത് വീണാം. അതുകൊണ്ടാ തൂക്കി നോക്കി, നമുക്ക് കഴിഞ്ഞ പറഞ്ഞ അവസാനം തൂക്കി നോക്കുകയാ. വല്ലപ്പോഴും സമയം കിട്ടിയ ഒരു ത്രാസി നമ്മുടെ മക്കളെയും ഭാര്യയും ഭർത്താവിനെയും അല്ലെ സമ്പത്തും വസ്തുവകളെയൊക്കെ കൂട്ടി നോക്കുക. മറു സൈഡിൽ നിത്യമായി ജീവിക്കാൻ പോകുന്ന ഒരു വാസ്തവം തൂക്കി നോക്കുക. എന്നിട്ടൊന്ന് നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്ത്. അന്ന് നമുക്കറിയാൻ കഴിയും ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ വാഗ്ദത്ത ദേശത്തെ കിട്ടിയിട്ട് പോലും അവിടെ അന്യനും പരദേശി എന്ന് പറയണമെങ്കിൽ അദ്ദേഹം തൂക്കി നോക്കിയിട്ടുണ്ടാവും അല്ലേ? നമ്മള് ഡിസംബർ 31 കിട്ടുന്ന വാഗ്ദത്ത ചീട്ടിൽ വെച്ചിരിക്കുന്ന ചെറിയ ഒരു വാഗ്ദത്തത്തിന് വേണ്ടിയാ ഒരു വർഷം മുഴുവൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഡിസംബർ 31 കിട്ടുന്ന ചെറിയൊരു എന്താ പറയാ വാഗ്ദത്ത, ഈ തത്തമേനെ കൊണ്ട് ചീട്ടെടുക്കുന്ന പരിപാടിയില്ലേ, ആ ഒരു വാഗ്ദത്തത്തിന് വേണ്ടിയാ നമ്മൾ കിടന്ന് ഒരു വർഷം മുഴുവനും ഉപവസിക്കുകയും കടന്നും ഇരുന്നും അല്ലെ ഭർത്താവെ പിടിക്കർത്താവ് അല്ലെ ഒന്ന് പറ നിങ്ങള്, ഇറക്ക് കർത്താവ് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയാ കാണിച്ചു കൂടി ജനങ്ങള്. ഹല്ലേലൂയ. എന്നാൽ ഇതല്ല യഥാർത്ഥമായത്. അങ്ങ് ഉയരങ്ങളിലാണെന്ന് അറിഞ്ഞോളാം നമുക്ക്. ഇതെല്ലാം വെറും ചപ്പും ചവറും മാത്രമേ ഉള്ളൂ. വെറും 7000 വർഷം മാത്രം ആയുസിൽ മാത്രം ഒതുങ്ങുന്നത്. അതുകൊണ്ട് ഗുണമുണ്ട്, അത് വേറെ കാര്യം. അതിനെക്കുറിച്ച് പിന്നീടുള്ള ക്ലാസ് വരും നമുക്ക്. അത് ഗുണം സ്വർഗത്തിലേക്ക് സമ്പാദിക്കാൻ വേണ്ടിയാ. അതിനും നമുക്ക് ഗുണം ചെയ്യുന്നതെന്ന് അറിയാമോ? അത് എക്സ്ചേഞ്ച് ചെയ്ത് അത് സ്വർഗത്തിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് നിത്യതയിൽ പ്രതിഫലമായി തീരുന്നത്. ഈ ഭൂമിയിലുള്ള നന്മകളെ, എന്റെ വിദ്യാഭ്യാസം, എന്റെ ഇൻഫ്ലുവൻസുകൾ അല്ലേ, എന്റെ കഴിവുകൾ, എന്റെ താളന്തുകൾ അല്ലെ, എന്റെ എന്തൊക്കെയുണ്ട്, അതെല്ലാം ദൈവരാജ്യത്തിലേക്ക് തിരിച്ചിടുമ്പോഴാണ്, അല്ലെങ്കിൽ അത് ദൈവം അബ്രഹാമിന്റെ വിശ്വാസമെടുത്ത് നീതിയായി കണക്കിട്ടു. അതേപോലെ തന്നെ നമ്മുടെ കഴിവുകൾ, താലന്തുകൾ, ചിലർക്ക് വാക്ചാതുര്യമുണ്ട് അല്ലെ. ഞാനൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ 10 വിൽക്കാൻ എനിക്ക്. അപ്പൊ അതോ അല്ലെ വാക്ചാതുര്യങ്ങളാവട്ടെ, പാട്ടുപാടാനുള്ള കഴിവാവട്ടെ, എന്ത് കഴിവുകൾ, ഇൻഫ്ലുവൻസുകൾ, ആൾക്കാരും ഇടപെടാനുള്ള ഇൻഫ്ലുവൻസുകൾ, എന്തിനേയും നമ്മൾ ദൈവരാജ്യത്തിലേക്ക് മാറ്റുമ്പോഴാണ് അത് പ്രതിഫലമുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമായിരിക്കും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ.
നമ്മുടെ ഉള്ള കയ്യിലുള്ളത് മുഴുവനും, താളന്താവട്ടെ, ആരോഗ്യമാവട്ടെ, അല്ലേ, ഡ്രൈവിംഗ് ചിലർക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റിക്കാ, അത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ തിരിച്ചിടുകയാ. ഇതെല്ലാം മാറ്റി സ്വർഗീയ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുക. കാരണം ഞാൻ ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ അവിടെ എനിക്ക് സമ്പന്നായിരിക്കാൻ വേണ്ടിയാണ്. അത് കണ്ടത് കൊണ്ടാണ് ദൈവം കൊടുത്ത, ഭൂമിയിൽ കൊടുത്ത വലിയ വാഗ്ദത്ത ഭൂമിയായ കേരളത്തിന്റെ പകുതി മാത്രം, ഏതാണ്ട് പകുതി മാത്രമുള്ള ആ ദേശം അവിടെ ജീവിക്കുമ്പോൾ അന്യനും പരദേശമെന്ന് ഏറ്റുപറഞ്ഞ് അവർ ജീവിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ, അല്ലേ, നമ്മളും അതിലേക്ക് കടന്നു വന്നാൽ മാത്രമേ. അടുത്ത പൗലോസിനെ കുറിച്ച് ഫിലിപ്പിയർ 3:7 പറയും, എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന. നമ്മുടെ വിഷയം തൂക്കി നോക്കുക, പ്രതിഫലം തൂക്കി നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് മനസ്സില്ല. ഒരു ജനമുണ്ട് ഇവിടെ, ആരാ? ഇസ്രായേൽ മക്കൾ, ദൈവത്തിന്റെ സ്വന്തം ജനം. അവരുടെ കൂടെ ജീവിച്ചാൽ എനിക്ക് നിത്യതയിൽ പോകാൻ കഴിയുമെന്ന് മനസ്സിലായ, അല്ലേ, മോശ ഇവിടെയും പറയാം. പൗലോസ് പറയാ, എനിക്ക് ലാഭമായി നോക്കിയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുന്നു. ഈ ലാഭം മുഴുവനും, അല്ലേ, ഈ ലാഭം മുഴുവൻ ഇവിടെ മാത്രമേ ഉള്ളൂ ലാഭം. ഈ ലോകത്തിൽ ഏറിയാൽ 70-80 വർഷം മാത്രമുള്ള ഈ ഭൂമിക്കകത്ത് ലാഭമായിരിക്കുന്ന മുഴുവനും അത് ലാഭമായി തീർന്നപ്പോഴാണെന്നറിയാമോ? ഈ ഇന്നത്തെ ലാഭം മുഴുവനും സ്വർഗത്തിലേക്ക് മാറ്റുമ്പോഴാണ് ഇതെല്ലാം ലാഭമായി തീർന്നത്. ഇല്ലെങ്കിൽ ലാഭമായി എണ്ണി അവസാനം വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും, നമ്മുടെ ശ്വാസം പോകുമ്പോൾ. ഹല്ലേലൂയ. അത് പറയാ, അവന്റെ കഷ്ടാനുഭവങ്ങളിലെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. ഈ ലോകത്ത് സകലത്തെയും, കാരണം ഈ ലോകത്തിലുള്ളത് മുഴുവനും മായ മാത്രമാണെന്ന്, അല്ലേ, ഈ ലോകത്ത് മുഴുവൻ മായയാ. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ട്, മറന്നു പോകരുത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ബിസിനസ് എല്ലാം നല്ലത് തന്നെയാ. പക്ഷെ അത് നന്മയായി തീരുന്നത് അതിനെ കൺവേർട്ട് ചെയ്ത് നിത്യത്തിലേക്ക് സമ്പാദിക്കുമ്പോഴാണ്. അതിന്റെ അർത്ഥം മനസ്സിലാവുന്ന നിനക്ക്? ഇതെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ കിടന്നാൽ നമ്മുടെ ശ്വാസം മുഖമോ എല്ലാം നഷ്ടമായില്ലേ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ആഴമായിട്ട് ദൈവരാജ്യവും സമ്പത്തും ക്ലാസ് എടുക്കുമ്പോൾ ഒത്തിരി ആഴമായി നമ്മൾ എടുക്കും അതിനെക്കുറിച്ച്. പറയാ, പൗലോസിനൊക്കെ തൂക്കി നോക്കി ജീവിതയാത്രയിൽ അദ്ദേഹത്തിന്റെ ഗമാലി 70 പേരടങ്ങുന്ന ആ സിനഗോഗിന്റെ ഒരു മെമ്പർ അദ്ദേഹം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ വലിയ ഗ്രൂപ്പിന്റെ ഒരു മെമ്പറൊക്കെ അദ്ദേഹം. ഗമാലിയുടെ കാൽ കീഴുന്ന ലോകജ്ഞാനം സമ്പാദിച്ച വ്യക്തിയാ. പരീശൻ, വില കൊടുത്ത് വാങ്ങിയ റോമാ പൗരത്വമുണ്ട്. പരീശനാണ്, ജന്മനാ പരീശൻ, അല്ലേ, ജന്മന അന്ധനും കുരുടനെന്ന് പറഞ്ഞ പോലെ ജന്മനാ പരീശനായിരുന്നു അദ്ദേഹം. ഹല്ലേലൂയ. അതെല്ലാം മനുഷ്യന്റെ മുമ്പിൽ മഹത്വമേറിയതാ. പക്ഷേ അദ്ദേഹം അതെല്ലാം ചപ്പും ചവറുമായി എണ്ണി അതിനെയെല്ലാം അദ്ദേഹം എങ്ങോട്ട് മാറ്റുന്നറിയുമ്പോൾ നിത്യതയിലേക്ക് മാറ്റിവെച്ചു. എന്താണെന്നറിയാമോ? ഇങ്ങനെ ഏത് വിധേനയും എങ്ങനെയെങ്കിലും, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വാക്ക, വല്ല വിധേനയും, നല്ലൊരു രസമുള്ള ഈ കാരണന്മാരൊക്കെ പറയാ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെറുതെ, വല്ല വിധേനയും, അല്ലേ, വല്ല വിധേനയും മരിച്ചവിടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. ഓരോരുത്തരുടെ മനസ്സിലുള്ള വെളിപ്പാടുകൾ നോക്കിയേ. ഹല്ലേലൂയ. ഇതൊന്നും അല്ലെന്നും അപ്പുറത്തേക്കാണെന്നും മനസ്സിലായി. അതുകൊണ്ടാ ഈ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചപ്പും ചവറന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർ 4:13 പറയാ, ഞങ്ങൾ ലോകത്തിലെ ചവറ് പോലെയും ഇന്ന് വരെ സകലത്തിന്റെയും അഴുക്കായും ഇരിക്കുന്നു. ലോകത്തിന് മുമ്പിൽ അഴുക്കായിരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന് ആ പരീശനായി ഇരിക്കുമ്പോ, അല്ലെങ്കിൽ റോമാ പൗരത്വമുള്ള അവനായിട്ട് ഇരിക്കുമ്പോൾ എന്ത് മഹത്വമാ! ജനങ്ങൾ, അവിടുത്തെ പടയാളികൾ പോലും വിറച്ചുപോയി, അല്ലേ, ആൾക്കാർ, അവിടുത്തെ രാജാക്കന്മാർ പോലും വിറച്ചുപോയി. അദ്ദേഹം റോമാ പൗരാന്ന് അറിഞ്ഞപ്പോ. പക്ഷെ അദ്ദേഹം പറയാ, സകലത്തെയും അഴുക്കായിട്ട് മനുഷ്യന് മാനമായത്. അതുകൊണ്ട് ലൂക്കോസ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യല്ലേ, മാനമായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ. ലൂക്കോസ് 16:16 പറയുന്നത്, ദൈവത്തിന് മുമ്പിൽ, മനുഷ്യന് മുമ്പിൽ മാനമായിരിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ അറപ്പത്രേ. അവിടെ മലത്തെക്കുറിച്ച് പറയുന്ന വാക്ക് അവിടെ മൂലഭാഷയിൽ കിടക്കുന്നത് എങ്ങനെ? അതല്ലേ ഓർമ്മ ശരിയല്ലേ? 16:16 അല്ലല്ലേ? ഉന്നതമായിരിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ അറപ്പത്രേ, അല്ലേ? എത്രാമത്തെ വാക്ക? ലൂക്കോസ് 16 12-16 ഓർമ്മ ശരിയാണെങ്കിൽ. 15. ആ,
ഉന്നതമായത്, ആ വാക്ക്. മനുഷ്യന് മുമ്പിൽ ഉന്നതമായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ അറപ്പത്രേ. ഹല്ലേലൂയ. നമ്മൾ കണ്ടും കേട്ടും ഒക്കെ വെച്ചിരിക്കുന്ന മുഴുവനും ഈ ഭൂമിയിലെ ഉന്നതമായ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അതിന് നമ്മൾ എന്താ പറയാ, അതിന് നല്ല മാനം കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഇല്ലേ, പിന്നെ എന്താ പറയാ, നമുക്കൊരു എന്താ ഡോക്ടർ MBBS പഠിച്ച നമ്മളെ പേരിന് ഇവിടെ എഴുതും MBBS അല്ലെങ്കിൽ അല്ലേ LLB അല്ലേ, ഒരു മാനമാണ് നമുക്കത്. സത്യമായ നല്ല കാര്യം തന്നെ, തെറ്റൊന്നും നല്ല കാര്യമാണത്. പക്ഷേ അത് അത് ഈ ഭൂമിയിൽ മാനമാ, പക്ഷെ അത് സ്വർഗത്തിൽ പ്രതിഫലമാകണമെങ്കിൽ അതുകൊണ്ട് നന്മകൾ ചെയ്യുമ്പോഴാ അല്ലേ. പണ്ട് ഞാനും ഒന്ന് കണക്ക് കൂട്ടി നോക്കി, എനിക്ക് പിന്നീട് മനസ്സിലായി, ഞാൻ ഈ സിവിൽ പഠിച്ച് ഒരു കോൺട്രാക്ടർ ആകണം എന്നൊക്കെ ലോകമുണ്ടാകുന്നതിന് മുമ്പേ എന്നെ കുറിച്ച് ദൈവത്തിന് ഹിതമായിരുന്നു. എന്താ ഈ ലോകത്തെ സമ്പാദിച്ചു വെക്കാൻ വേണ്ടിയില്ല, റബ്ബർ എസ്റ്റേറ്റ് മേടിച്ചു വെക്കാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ ഒരു കൃഷിയിടം മേടിച്ചു വെക്കാൻ വേണ്ടിയില്ല. ഇതിനെ നീ എത്രത്തോളം അങ്ങോട്ട് മാറ്റാൻ കഴിയുന്നുവോ അത്രത്തോളം നീ സ്വർഗത്തിൽ സമ്പന്നനായിരിക്കുമെന്ന്. അതുകൊണ്ട് രാവും പകലും ഓടി, ഹല്ലേലൂയ, രാവും പകലും ഓടി കിട്ടുന്ന മുഴുവനും ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുവാനൊക്കെ ആയിട്ട് ഇടയാക്കി തീർക്കും. കാരണം ഇവിടെയുള്ള നന്മകളെ തിരിച്ചിട്ടു എങ്ങോട്ടാ? ദൈവരാജ്യത്തിനകത്തേക്ക്. ലക്ഷത്തോളം വരുന്ന ജനങ്ങളെയെല്ലാം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പഠിപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകി. കാരണം വെളിപ്പാട് തൂക്കി നോക്കി മനസ്സിലായി, ചെറിയ ആയുസ് മാത്രത്തേക്കുള്ള നന്മ ഒരുപക്ഷെ എനിക്ക് ഇവിടെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് അത് നിത്യത്തിലേക്ക് അതിനെ മാറ്റുമ്പോൾ. അതുകൊണ്ടാ പറഞ്ഞില്ലേ, ലൂക്കോസിലല്ലേ പറയുന്ന ഒരു ഉപമ പഠിപ്പിക്കുമ്പോൾ എന്താ പറയാ, ഒരു ഉപമ പഠിപ്പിക്കുമ്പോൾ പറയുന്നില്ലേ, നീ ഇവിടെ ചെയ്യുന്ന സൽപ്രവർത്തികൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ എതിരേറ്റ് വരും നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ. ഏതാ വാക്ക്? എത്രാമത്തെ വായ? അത് നല്ലത് 16 14 വാക്ക് പറയുന്നില്ലേ, നമ്മൾ ഇവിടെ ചെയ്യുന്ന സൽപ്രവർത്തികൾ നമ്മ വിചാരിക്കൊക്കെ പോയെന്ന്, പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ, നിത്യത ചെല്ലുമ്പോൾ, നമ്മൾ ഓരോരുത്തരും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത സൽപ്രവർത്തികൾ നമ്മൾ എതിരേറ്റ് വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവർത്തികളില്ലേ, വിശ്വാസത്താൽ അല്ലേ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നഷ്ടമല്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരു ദരിദ്രന് വെള്ളം മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ നന്മകൾ സമ്പത്ത് കൊടുക്കുക. എത്രയും പേരെ ഇവിടെ കൊടുക്കുന്ന ആൾക്കാര്, വാരി വിതറി കൊടുക്കുന്നവർ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. ഇതെല്ലാം നഷ്ടമല്ല. ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ പടിവാതിൽക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മളെ എതിരേറ്റ് വരുന്നത് നാം ഈ ഭൂമി ചെയ്ത നന്മകളാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതൊന്നും നഷ്ടമല്ല, ഇതൊന്നും ലാഭമാവുന്ന ദിവസം വരും. അത് ഇന്ന് വിശ്വാസത്തിൽ അറിയുന്നവർക്കേ അതിന്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ആണോ ഇല്ലയോ? റോമർ 8:32 പറയാ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അർപ്പണ ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് എന്തോരം കാര്യങ്ങളല്ലേ. പട്ടിണിയോ നഗ്നതയോ കഷ്ടതയോ സങ്കടമോ ഒന്നും അല്ലേ നിന്റെ സ്നേഹത്തിന് മുമ്പിൽ പിരിക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം നമ്മുടെ ബന്ധങ്ങളെല്ലാം ഏറിയാൽ അല്ലേ അല്ലെങ്കിൽ ഈ ആയുസ് തീരുന്ന ബന്ധങ്ങളേ ഉള്ളൂ നമുക്കിവിടെയല്ല. പക്ഷേ നമ്മുടെ അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ബന്ധങ്ങളൊക്കെ അത് നിത്യതയോളം തുടരുന്നു. അങ്ങനെയെങ്കിൽ ആത്മാവായ ദൈവമായുള്ള ബന്ധം നിത്യതയോളം തുടരുന്ന ബന്ധമാണ്. ഹല്ലേലൂയ. വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അന്നത്തെ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ പൗലോസിനെ കുറിച്ച് ഏകദേശം പറഞ്ഞു. വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ 10-ാം അധ്യായം, എബ്രായ 10-ാം അധ്യായത്തിൽ അതിന് 34 ഒക്കെ പഠിക്കുമ്പോൾ, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് അല്ലേ, സമ്പത്തുകൾ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം അല്ലേ. ഇതുവെല്ലാം കണ്ടിട്ടാണോ? ഒന്നും കണ്ടിട്ടില്ല നമ്മള്, പക്ഷെ കണ്ടു. എവിടെയാ? ഹൃദയത്തിനകത്ത് അതൊരു പ്രകാശമായി വെളിച്ചമായി വീശിക്കഴിഞ്ഞു നമ്മുടെ അകത്ത് അല്ലേ. അതുകൊണ്ടാ ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മുടെ മുമ്പിൽ വന്നു നിന്നാലും ആ അകത്ത് നമ്മൾ തൂക്കി നോക്കുമ്പോൾ അതിനേക്കാൾ വിലയേറിയ ഒരു എന്താ പറയുക നന്മ അകത്ത് നമ്മൾ വെച്ച് സ്ഥാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്കിന്ന് എന്തൊക്കെ വന്നാലും അതിന്റെ പുറകെ പോകാതെ, അല്ലെങ്കിൽ ഒരുപക്ഷെ കാറ്റടിക്കുമ്പോൾ പടകൊന്ന് ഒന്ന് അല്ലേ ഒന്ന് ഉലഞ്ഞേക്കാം. ഉലകിൽ ഞാൻ പറയത്തില്ല, അതൊക്കെ നമ്മുടെ അകത്തൊക്കെ എല്ലാവരും കുറവ്, പക്ഷെ ഒന്ന് ഒലഞ്ഞേക്കാം. ബൈബിൾ അതാ പഠിപ്പിക്കുന്നല്ലേ, ഒന്ന് പടകൊന്ന് ഒലഞ്ഞാലും അത് മുങ്ങിപ്പോകത്തില്ല. അതിന് യഥാർത്ഥമായ ആ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ മറന്നു പോകരുത്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടെന്നറിഞ്ഞ്, അതാ നിലനിൽക്കുന്ന സമ്പത്തുണ്ട്. ഇവിടുത്തെ സമ്പത്തും ഇവിടുത്തെ ആരോഗ്യവും ഇവിടുത്തെ നന്മകളും ഇവിടുത്തെ ഇൻഫ്ലുവൻസുകളും ഇവിടുത്തെ അല്ലെ പ്രതിഫലങ്ങളും മാനങ്ങളും ഇവിടുത്തെ അല്ലെ ഉന്നതമായ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാ. അതൊക്കെ അതിനും ഒരു കാരണങ്ങളുണ്ട് അല്ലെ. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇതൊക്കെ നിലനിൽക്കുന്നതല്ല.
ഇതൊക്കെ നിലനിൽക്കാത്തതാണെന്നും സ്വർഗത്തിലുള്ളത് മാത്രമാണ് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അല്ലേ. അപ്പോസ്തലന്മാരെയൊക്കെ പിടിച്ച് ദണ്ഡിച്ച് ആമത്തിലിട്ട് ജയിലിലിട്ട് പൂട്ടിക്കഴിയുമ്പോൾ അന്നത്തെ സഭക്കാർക്ക് ഒരു പേടിയില്ലെന്ന്. അവര് അല്ലെ രണ്ട് കൽപ്പിച്ചിറങ്ങിയ അവര് അന്ന് റോമാ സാമ്രാജ്യം പറഞ്ഞു, നിങ്ങളെങ്ങാനും പോയിട്ട് അവരെ വീട്ടിൽ പോകുകയോ അവരെ സഹായിക്കുകയോ അവരെ വസ്തുവകളെ അവരെ കുടുംബക്കാരെ സഹായിക്കുകയോ നിങ്ങൾ ജയിലിൽ പോയി അവരെ കാണാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെ സമ്പത്തുകളെല്ലാം ഗവൺമെന്റ് കണ്ടുകെട്ടുമെന്ന് പറഞ്ഞ് എന്താ പറയാ ഒരു ഉത്തരവിറക്കി. എന്നിട്ട് ഇവര് പറയാ ഞങ്ങൾക്ക് ഇന്ന് വലിയ പേടിയൊന്നുമില്ല, കാരണം ഞങ്ങളുടെ സഹോദരങ്ങള് ജയിലിൽ കിടക്കുക, അവരെ മക്കളെ നോക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമ്പത്ത് പോയാലും കുഴപ്പമില്ല, അവരിറങ്ങി പോവുകയാണ്. എന്ത് ധൈര്യം അവർ ആ സ്വർഗത്ത് നിലനിൽക്കുന്ന സമ്പത്ത് കണ്ടതുകൊണ്ടാ സമ്പത്തുകളുടെ ഈ ഭൂമിയിൽ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു കളഞ്ഞു. ഗവൺമെന്റ് കണ്ടുകെട്ടിയാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. തൂക്കി നോക്കി ഹൃദയത്തിനകത്ത്. നമ്മുടെ വിഷയം എന്താ അറിയുമോ? തൂക്കി നോക്കി ഹൃദയത്തിനകത്ത്. ഹല്ലേലൂയ. അവിടെയാണ്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ അവൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ. ഹല്ലേലൂയ. നമ്മൾ നിത്യമായി ജീവിക്കാൻ പോകുന്ന ഒരു ദേശമുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ കാണാൻ തുടങ്ങണം. അതിനെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ കടന്നു വരുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 40-42 വാക്യം പഠിക്കുമ്പോൾ അവർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അവർ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യത എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അത് പുറപ്പെട്ടു പോയ മാത്രമല്ല, ദിനംപ്രതിയും ദേവാലയത്തിലും വീടുതോറും അവർ എന്ത് ചെയ്തു? ക്രിസ്തുവിന് ഉപദേശിച്ചാണെന്ന് അല്ലേ. നോക്കി, തല്ല് കിട്ടിയിട്ട് വീട്ടിൽ പോയി ആ കുഴമ്പം തിരുമ്മിക്കൊണ്ടിരിക്കുകയല്ല ഇത് ചെയ്തത് അല്ലേ. തല്ല് കിട്ടി അടുപ്പിച്ച് അടി കെട്ടിയിട്ട് വീട്ടിൽ പോയി കുഴമ്പം കെട്ടില്ലേ, പൊട്ടൻ ചുക്കാതി തൈലം അല്ലെങ്കിൽ കഷ്ടകുഷ്ടാരിഷ്ടവും കുടിച്ച് ഇരിക്കുകയല്ല അവിടെ അല്ലേ. അവരെ പിറ്റ് ഇറങ്ങുകയാ. കാരണം നമ്മുടെ മനസ്സ് മടുത്തു പോയാൽ, ആത്മാവിൽ എരി പോയാൽ നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകും. ദൈവം ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയല്ലേ. നമ്മുടെ മനസ്സൊന്ന് ഇടിഞ്ഞാൽ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും 100 കിലോ തൂക്കവും കൈയൊക്കെ ഈ വണ്ണമുള്ള അല്ലെ 6 പാക്ക് ഉള്ളവനാണെന്ന് പറഞ്ഞാലും അവന്റെ മനസ്സ് ഒരു 2 ആഴ്ചയെങ്കിലും, മിനിമം 2 ആഴ്ചയെങ്കിലും ഒരു ദുഃഖത്തിലാണ്ട് പോട്ടെ അല്ലേ. എന്തെങ്കിലും ദുഃഖം, അയ്യോ എന്തെങ്കിലും പറയാം, എന്തെങ്കിലും അല്ലേ. അവന്റെ ഭാര്യ പണങ്ങിപ്പോയി അല്ലെ, ഒരു ദുഃഖം കിട്ടി. 2 ആഴ്ച അവൻ ദുഃഖമായിട്ട് നടന്നാൽ അവന്റെ അകത്ത് നന്മക്ക് വേണ്ടി ദൈവം നന്മക്ക് വേണ്ടി വെച്ച ചില സെൽസുകളൊക്കെ ഉണ്ട്. അത് കില്ലർ, നമ്മളെ കൊല്ലുന്ന ഹോർമോണുകൾ, നമ്മുടെ അവയവങ്ങളെ കൊന്നുകളയുന്ന നശിപ്പിക്കുന്ന ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ആഴ്ച പോലെ പഠിക്കും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മെ തമ്മിൽ രോഗിയാക്കി മാറ്റിക്കളയും. കില്ലർ സെൽസിനെയൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പൊ എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സൊന്ന് അല്ലേ, ആത്മാവിൽ എരിവുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എത്ര ക്ഷീണിച്ചാലും ചാടി എഴുന്നേക്കും. അപ്പൊ എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമില്ലേ, ഒന്നിന് കാല് വയ്യ, ഒന്നിന് അത് വയ്യ അല്ലെ, എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മൾ എരിവോടെ ഇന്നും അല്ലെ ഇവിടെ വന്നിരിക്കുന്ന അർത്ഥം നമ്മുടെ ശരീരമല്ല, നമുക്ക് അകത്തൊരു എരിയുന്ന ആത്മാവുണ്ടെന്ന കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യത എണ്ണപ്പെട്ടത് കൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ പുറപ്പെട്ടു പോയി. ഒന്ന് ജസ്റ്റ് ഇത് പഠിച്ചിട്ടുള്ള നമുക്കറിയാം. നല്ല ഇബ്രാഹിമിലെ 15-ാം അധ്യായത്തിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം വേദ്യമേറ്റു. വേറെ ചിലർ കുറെ ആൾക്കാരെ കുറിച്ച് പറയാം. ചില ആൾക്കാരൊക്കെ ദാവീദൊക്കെ അടിപൊളി ആൾക്കാരാ, രാജാക്കന്മാരെ പോലെ കുതിരപ്പുറത്തും രഥത്തിന്റെ പുറത്ത് കയറിയാണെന്ന് ആൾക്കാരൊക്കെ അല്ലേ, കമോൺ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പാ ചിലവരുടെ ജീവിതം. ദൈവത്തിന്റെ ദാസന്മാർ അവരൊക്കെ. ശമൂവേൽ പ്രവാചകനൊക്കെ എന്താ പറയാ, ഏലിയാവൊക്കെ തീയിറക്കും, അടിപൊളി അല്ലെ, എന്തൊക്കെ നമ്മളാ അടിപൊളി മിനിസ്റ്റർ ചെയ്തത്. എന്നാൽ വേറെ ചിലരുണ്ട് ആരും അറിയാതെ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ആരും അറിയുന്നില്ല. അവർക്കുള്ള അതേ പ്രതിഭ ഇവർക്കുണ്ട്. വ്യത്യസ്തമായ മിനിസ്ട്രികൾ ദൈവത്തിന് മുമ്പിൽ അല്ലേ. ദാവീദിനെ പോലെ ലോകം അറിയപ്പെടുന്ന 3 പ്രാവശ്യം അഭിഷേകം ലഭിച്ച യഹൂദ ഗോത്രത്തിന് മാത്രമല്ല ഇസ്രായേൽ മുഴുവനും അല്ലേ ഈ ഭരിക്കുവാൻ വലിയ കൃപ ലഭിച്ചവർ, തീയിറക്കിയ ആൾക്കാരുണ്ട്.
സൂര്യനും ചന്ദ്രനെയൊക്കെ നിക്കണമെന്ന് പറഞ്ഞ് നിർത്തിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അല്ലേ? അല്ലേ? നമുക്ക് അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ അകത്ത് കാലേന്ന് നമുക്ക് ഒരു എരിവ് കയറി വരും. എന്നാൽ വേറെ ചിലരെ കുറിച്ച് പറയുക, വേറെ മറ്റു ചിലർ ഏറ്റവും ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു അല്ലേ? കാരണം വേറെ ചിലരെ കുറിച്ച് പറയുക, ദൈവം അവർക്ക് വിടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇവർ പറയുക ഞങ്ങൾക്കൊന്നും വേണ്ട. ദൈവം പറയാ ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത്തിന് വിടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ പറയാ ഉദ്ധാരണം കൈക്കൊള്ളാതെ അവർ പറയാം ഞങ്ങൾ തല്ലുകൊണ്ടോളാമെന്ന്. അർത്ഥം അറിയാമോ? എന്തുകൊണ്ട് അവർ മറ്റു ചില ഏറ്റവും നല്ലൊരു ഉയർപ്പ് ലഭിക്കേണ്ടതിന്, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ദൈവം ഉദ്ധാരണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഭേദ്യമേറ്റു. എന്തിനാ ഭേദ്യമേറ്റത് അല്ലേ? എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ കൂടെ തീയിൽ കൂടി കടന്നു പോകുന്നുവോ, നമ്മുടെ ജഡം എത്രത്തോളം ഉടയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത്രത്തോളം മുത്തായി പുറത്തു വരും നമ്മൾ. നമ്മുടെ ഇപ്പൊ ഡിനിലിന് പകരം മുത്തുന്ന് അല്ലെ, എനിക്കൊരു മുത്തുന്ന് ഇട്ടെന്ന് വെച്ചാൽ കാര്യം അങ്ങനെ ഗുണമൊന്നുമില്ല. ഡയമണ്ട്, ഗോഡ്സ് എന്നൊക്കെ പറഞ്ഞ പേരുള്ള ആൾക്കാരൊക്കെ ഇവിടെ ആരും ഇല്ല, കുഴപ്പമില്ല അല്ലെ? അങ്ങനെ ഗോഡ്സ് എന്ന് പേരിട്ടോടൊന്നും ദൈവത്തെ പോലെ ആവോ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ഉയർപ്പ് ലഭിക്കേണ്ടതിന്, അവരെ ആഗ്രഹം നോക്കി ഏറ്റവും ഉയർപ്പ് ലഭിക്കേണ്ടതിന് എന്താ പറയാ, വേറെ ചില പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ച് കല്ലേറേറ്റു ഈർച്ചവാൾ അറക്കപ്പെട്ടു, തടിമില്ലിൽ കൊണ്ടുപോയിട്ട് കിറാന്ന് അല്ലേ, തടിമില്ലിൽ മരം ഇടുന്ന പോലെ മരം ഇട്ടിട്ടെ താഴെ നിന്ന് മുകളിൽ. ഇപ്പൊ മറ്റേ മെഷീനാണല്ലോ, മറ്റേ വെച്ചിട്ട്. പണ്ടൊക്കെ അതല്ല, താഴെ ഒരു ഇത്ര പൊക്കത്തിൽ ഒരു തടി കയറ്റി വെക്കും, എന്നിട്ട് താഴെ ഒരാൾ വലിക്കും, മുകളിൽ അങ്ങോട്ട് വലിക്കും ഈർച്ചവാളിനാൽ. മനുഷ്യനിട്ടിട്ട് ഇതുപോലെ വിശ്വാസികളേക്ക് നിത്യത് മാത്രം നല്ലൊരു പുനരുദ്ധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളേക്ക് കിടത്തി മുകളിൽ കിടത്തി വെച്ച് നമ്മൾ പറയും ഇപ്പൊ കർത്താവ് ഇപ്പൊ ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കും നമ്മൾ. ഇവര് പറയാ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ അല്ലെ? ഈർച്ചവാൾ അറക്കപ്പെട്ടു, താഴെ വലിച്ച് വലിച്ച് കിറാന്ന് കീറിയെന്നാ പറയുന്നത്. ഒരു വെറുവെറുപ്പുമില്ലാതെ അവർ, കാരണം അറിയാമോ, തൂക്കി നോക്കി. ഇനി സെക്കൻഡ് പോലും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ പോകാനായിട്ട്. കർത്താവേ ഇതിൽ നിന്ന് നീ എന്നെ വിടുവിച്ചാൽ ഇനിയുള്ള ആയുഷ്കാലം മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ ഓടാം കർത്താവേ. അങ്ങനെ ഓടി ഒരാൾ 15 വർഷം ഓടിയിട്ട് നേരെ നരകത്തിലേക്ക് പോയ ചരിത്രമാണ് പണ്ട്. ഇല്ല, ആവശ്യത്തിന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആ നമ്മൾ കർത്താവായിട്ട് പറയും ഇനി സമയം തന്നാ നിനക്ക് വേണ്ടി. പലപ്പോഴും നല്ല കാര്യമാ, അങ്ങനെ സമർപ്പണം ഉണ്ടെങ്കിൽ ഓക്കെ, അത് പോകട്ടെ. ചില വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളെയും കോലാടുകളെയും തോൽത്തലിച്ചു. മൃഗത്തെ കൊന്നിട്ട് പച്ചത്തൊലിയില്ലേ, പച്ചത്തൊലി തൊലി, പച്ചത്തൊലി, കൊന്ന തൊലി അതിനെ എടുത്തിട്ടുണ്ടല്ലോ ഈ വിശ്വാസികളെ മേത്തങ്ങ് ചുറ്റിയിട്ട് മരുഭൂമിയിലേക്ക് ഇറക്കി വിടും. വെയിലത്തെ ചൂട് കൊണ്ട് അതങ്ങോട്ട് ചുളുങ്ങുമ്പോണ്ടല്ലോ നമ്മുടെ ശരീരമൊക്കെ വലിഞ്ഞു മുറുക്കും. രാത്രി കൊടിയ മഞ്ഞ അവിടെ, ആ കൊടിയ മഞ്ഞത്ത് ഈ തൊലി വീർക്കും. പകല് ചുരുങ്ങും, രാത്രി വീർക്കും. അതനുസരിച്ച് അകത്ത് നമ്മുടെ ബോഡിയൊക്കെ ഉണ്ടല്ല, നമുക്ക് ഇതിനൊക്കെ വേദനകളൊക്കെ എന്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അതുപോലത്തെ വേദനയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഞാൻ ഒന്നും പറയാൻ നമുക്ക് സമയമില്ല. കോലാടുകളെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ട്, ഉപദ്രവം, കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും അല്ലേ, പിന്നെ ഇവിടെ ഫ്ലാറ്റുകളിലൊക്കെയാണോ, ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴഞ്ഞ് വലഞ്ഞ്. എന്നറിയാമോ, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയും തൂക്കി നോക്കി ഈ ജീവിതയാത്ര. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. പഴയ ഭക്തന്മാരെ കുറിച്ച് പറയാ, അവരൊന്നും അതെല്ലാം ചെയ്ത് കണ്ട് ഒക്കെ ചെയ്തിട്ട് പോലും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്നിട്ട് അർത്ഥവാക്യം പറയാ, അവർ പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയാ, ഹാബേൽ തുടങ്ങിയുള്ള വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് പറയാ, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുന്നൊരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസകോളത്തിൽ ഒട്ടനവധി ബൈബിൾ ക്ലാസ്സുകൾ നമുക്കറിയാം. ഒരുപാട് ബൈബിൾ ടീച്ചർമാർ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അവരൊക്കെ അനേകരും പഠിപ്പിക്കുന്ന ആൾക്കാർ, നല്ലൊരു ശതമാനം ആൾക്കാർ പഠിപ്പിക്കുന്നത് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിപ്പാൻ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്ന അനേകർ. ആ മുൻകരുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ തന്നു എന്നുള്ളതാണ് അനേകരും പഠിപ്പിക്കുന്നത്. എന്നാൽ അതല്ല എന്ന കാര്യമാണ് ഞാൻ നിങ്ങളെ വരുന്ന ആളുകൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം ഏറ്റവും മുന്നൊരുക്കിയിരിക്കുന്നത്
ഉയർപ്പിന്റെ നിരകൾ പഠിക്കുമ്പോൾ ഒന്ന്, ആദ്യത്തെ ഉയർപ്പ് സംഭവിച്ചത് ക്രിസ്തുവാണ്. രണ്ടാമത്തെ ഉയർപ്പിൽ അവന് ക്രിസ്തുവിനുള്ളവരാ. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത് എന്താ പറയാ, 7 വർഷ പീഡനകാലത്തിൽ മരിച്ച രക്തസാക്ഷിയായ ഗ്രൂപ്പുകാർ. പിന്നെ അടുത്ത 4ാമത്തെ ഗ്രൂപ്പുകാർ ഭരിക്കുന്നത് ഏലിയാവും ഹാനോക്ക് എന്തോ ആകട്ടെ, ആരെങ്കിലും ആവട്ടെ അല്ലേ, ചില കോൺട്രവേഴ്സ് അവിടെയുണ്ട്, അവരാ മറി. പിന്നെ 5ാമത്തെ പുനരുദ്ധാനമാണ് പടിനി ഭക്തന്മാരൊക്കെ പൊങ്ങി വരുന്നത്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പൊങ്ങി വരുന്നത് അല്ലേ. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാ കർത്താവ് ക്രൂശിൽ മരിച്ചത്. ഹല്ലേലൂയ. അപ്പോ നമുക്ക് വേണ്ടി ഏറ്റവും നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുന്നൊരുക്കി വെച്ചിരിക്കുക. നമ്മൾ ആരെന്നുള്ള മഹത്വം ഈ പുതിയ സഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജയാളികളാ മണവാട്ടി എന്ന് പറയുന്ന ആ കൂട്ടർ ആരാണെന്നുള്ള വെളിപ്പാട് അറിയണമെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിനോട് തട്ടിച്ച് നോക്കണം. അല്ലെങ്കിൽ അവന്റെ ഭാര്യയായിരിക്കുന്ന അല്ലെ, അത്രയും പടുപ്പം, അല്ലെങ്കിൽ അവന്റെ പുത്രനായി അവന്റെ സകലത്തിനും ജയിച്ച് ജയാളിയായിരിക്കുന്നവനോട് കൂടെ ഇരിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുന്നൊരുക്കിയിരിക്കുന്നു. പുത്രത്വം എന്ന പദവി നമുക്ക് വേണ്ടി ദൈവം തന്നെ. വേറെ ഒരു കൂട്ടർക്കും അതില്ല. സഭയിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുന്നവർക്ക് പോലും അബ്രഹാമിനോട് ഇസാക്കിനോട് യാക്കോബിനും കൂടെ പന്തിക്കിരിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. സഭയിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുന്നവരും ഇസഹാക്കിനോടും യാക്കോബിനോടും അബ്രഹാമിനും കൂടെ പന്തിക്കിരിക്കും. നമ്മൾ പന്തിക്കിരിക്കുകയല്ല, മണവാളൻ എവിടെ ഇരിക്കുന്നുവോ ആ മണവാളിലൂടെ സ്റ്റേജിലിരിക്കുന്നവരാ നമ്മളെല്ലാവരും. പന്തിക്ക് തിന്നാൻ വേണ്ടി വന്നവരാ, തിന്നിട്ട് പോകേണ്ടി വരും അവരെല്ലാം ദാസന്മാർ, മണവാളിന്റെ സ്നേഹിതന്മാർ, എത്ര പേരുകളാണെന്നറിയാം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവരകത്ത് കയറുന്നുണ്ടോ? ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് തൂക്കിയിട്ട് നോക്കി, ഹൃദയത്തിൽ ത്രാസിലിട്ട് ഒന്ന് തൂക്കി നോക്കി ഒന്ന് വെളിപ്പാടായിട്ട് പോയാൽ മതി. ദൈവം നമുക്ക് വേണ്ടി മുൻകരുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങളും അവകാശങ്ങളും. നമുക്കൊരു പക്ഷെ പഠിപ്പില്ലായിരിക്കാം, വലിയ കഴിവൊന്നും ഇല്ലായിരിക്കാം അല്ലെ, വലിയ വാക്ചാതുര്യമില്ലായിരിക്കാം, ഒന്ന് പറഞ്ഞ 10 വീക്ക് എന്നെ പോലെ വന്നേക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം, വാഗ്ദത്തം എന്ന് പറയുന്നത് അവന്റെ പുത്രനായുള്ള വിളിയ, ആ പിതാവിന്റെ അരികിലേക്കുള്ള വിളിയെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി അവൻ മുൻകരുതിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, 3:15 മുതൽ നാം പഠിച്ചാൽ, 3:15 മുതൽ പഠിച്ചാൽ അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറയുന്ന അവിടെ മുതൽ പഠിപ്പിക്കുന്ന ഏത് വാക്യം എടുത്ത് പഠിച്ചാലും അതോടുകൂടി സ്ത്രീയുടെ സന്തതി എന്ന വേറൊരു കൂട്ടരെ കൂടി കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ 5 വാക്യം വരെ പഠിക്കുമ്പോൾ ഒരു സ്ത്രീ അല്ലെ, ഒരു നോവ് കിട്ടിയ സ്ത്രീ പ്രസവിക്കും, ആൺകുട്ടിയെ പ്രസവിക്കും, മാൻ ചൈൽഡിനെ പ്രസവിക്കും, ഒരു ചെങ്കോൾ കൊണ്ട് ഭരിക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അവിടെ മുതൽ ആ സ്ത്രീയുടെ സന്തതിയായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു സ്ത്രീയുടെ സന്തതി നമ്മെ കുറിച്ച് കർത്താവ് ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ഒന്ന് അകത്ത് കയറിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റം വരും. ദൈവരാജ്യത്തിൽ കടക്കാത്തവരെ കുറിച്ചും കൂടെ ഞാനത് മറ്റു തുടങ്ങാൻ വേണ്ടി വിചാരിച്ചതാ, പക്ഷെ എനിക്ക് അറിയത്തില്ല തീരുവോ. ദൈവരാജ്യത്തിൽ കടക്കാത്തവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടേക്കാം. കുറുദലേഖത്തിൽ 6:9 മുതൽ 10 വരെ പഠിക്കുമ്പോൾ ഓടിച്ചു വിടുക. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം, നമ്മുടെ വിഷയത്തിലേക്ക് ഇനി വരാൻ പോകുക, അടുത്ത ക്ലാസ് എടുക്കുക. ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികർ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കില്ല. ഹല്ലേലൂയ. ഇത് നമ്മളെ കർത്താവ് വിളിച്ചതാ. പക്ഷേ ഈ ജീവിതയാത്രയിൽ കർത്താവിനേക്കാളേറെ ഹൃദയത്തിനകത്ത് ആരെ സ്നേഹിക്കുന്നുവോ, നമ്മൾ ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ നമ്മൾ പഠിച്ചത്, നമുക്ക് രോഗങ്ങൾ വരാനുള്ള മൂലകാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം എന്താ? ദൈവത്തെക്കാളെ സ്വസ്നേഹികളായി തീർന്നു നമ്മളല്ലേ. ദൈവത്തെക്കാളേറെ നാം നമ്മെ സ്നേഹിച്ചാൽ, ദൈവത്തെക്കാളേറെ നമ്മെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ദുർനടപ്പുകാരായി തീർന്നത്, വിഗ്രഹാരാധികളായി തീരുന്നത് അല്ലേ. വിഗ്രഹം നമുക്ക് എന്തുവാകാം? നമ്മുടെ ഭാര്യ വിഗ്രഹമാവാം, ഭർത്താവ് വിഗ്രഹമാവാം, നമ്മുടെ ജോലി വിഗ്രഹമാവാം, നമ്മുടെ ബഹുമതികൾ വിഗ്രഹമാവാം, മക്കൾ വിഗ്രഹമാവാം അല്ലേ. എല്ലാം വിഗ്രഹമായി തീരാം. വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, ഇതൊക്കെ ദൈവത്തെക്കാളേറെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് താഴെ പഠിച്ചിട്ടുണ്ട്, അത് നിമിത്തം നമുക്ക് രോഗങ്ങളൊക്കെ വരാനിടയുണ്ടെന്ന് നമുക്ക് കണ്ടു പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ദൈവരാജ്യം പോലും അവകാശമാക്കാൻ കഴിയാതെ വണ്ണമുള്ള ഒരു ജീവിതത്തിലേക്ക് മാറ്റപ്പെടുക എന്ന് പറഞ്ഞു. ഗലാത്യർ 5-ാം അധ്യായത്തിൽ ജഡത്തിലെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, അതൊന്നും നമുക്ക് ഒട്ടുമില്ല കേട്ടോ. പക, പിണക്കം ഒട്ടുമില്ല അല്ലേ. ജാരശക, ക്രോധം, ഇച്ചിരി ചാഢ്യം, ഇച്ചിരി ദ്വന്ദ്വപക്ഷം അല്ലെ, ഭിന്നത അല്ലേ, അസൂയ ഒട്ടുമില്ല, മദ്യപാനം അത് പിന്നെ പോട്ടെ എന്ന് വിചാരിക്കുക അല്ലേ.
വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ കൂട്ടി പറയാ. വെളിപ്പാട് 28 ഞാൻ പറഞ്ഞു വിടുകയാണ്. അവിടെ പറയുക, എന്നാൽ ഭീരുക്കൾ 21-ന്റെ ഈ 6-ാം വാക്യം പറയുന്നത്, സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ആദിയും അന്തമാകുന്നു, അല്ലേ? ദാഹിക്കുന്നവൻ ജീവനീരുറവയിൽ നിന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 7-ാം വാക്യം പറയുക, ജയിക്കുന്നവൻ ഇത് അവകാശമാകും, അവർ എനിക്ക് മക്കളും, ഞാൻ നിങ്ങൾക്ക് പിതാവുമായി തീരും, അല്ലെങ്കിൽ ദൈവമായി തീരും. എന്നിട്ട് 8-ാം വാക്യം പറയുക, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അർക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി എവിടെയാ? നിത്യതയാണ്. നിത്യതയാണ്. നിത്യതയാണെന്നാ പറയുന്നത്. നിത്യത 2 വാസതലങ്ങളുണ്ട്, അല്ലേ? അതും നിത്യതയാണ്. നോക്കിയേ, ഭീരുക്കൾ എത്രയോ, എൻ്റെ കൂടെയൊക്കെ മിനിസ്റ്റർ ചെയ്ത ആൾക്കാരെയൊക്കെ എനിക്കറിയാം. പ്രവാചകന്മാർ, കാറാതീർന്ന പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം, ഞാൻ എൻ്റെ കൂടെ എല്ലാ സ്റ്റേറ്റിലും വന്നിട്ടുണ്ട്. ഒരിക്കൽ ആന്ധ്രയിൽ റെഡിഗുണ്ടയിൽ ഞങ്ങൾ മീറ്റിംഗ് വെച്ച് പോയപ്പോൾ, അന്ന് ഞങ്ങൾക്കൊരു ഏതോ റെയിൽവേയിലെ വലിയ ജോലിക്കാരാണ്, വലിയൊരു ഓഫീസറാണ് പുള്ളി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു ഡിന്നറിന് ക്ഷണിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ വീട്ടിൽ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ, പോയിട്ട് ഒരു പാട്ടൊക്കെ 2 പാട്ടൊക്കെ പാടി, അതില്ലെന്നോ അല്ലേ? ഉണ്ട്, അതൊക്കെ ഉണ്ട്. പാട്ടൊക്കെ പാടി ഞാൻ ചെറിയൊരു ഷോർട്ട് മെസ്സേജൊക്കെ പറഞ്ഞു അദ്ദേഹം പൊക്കി വിട്ടങ്ങാട്. പാസ്റ്റർമാരല്ലേ, ശരിയാ പൊക്കിൽ ശരിയാവില്ല. ഞങ്ങൾ അങ്ങനത്തെ പൊക്കി വിട്ട്, നല്ല വലിയ ആളാ, വലിയ അവിടുത്തെ സഭയിലെ 100-300 വരുന്ന സഭയുടെ ഒരു മൂപ്പനാ. ഞങ്ങൾ അവിടുത്തെ ഫാമിലി സെമിനാറൊക്കെ 350 പേരോളുണ്ടായിരുന്നു. അന്ന് ഫാമിലി സെമിനാറൊക്കെ വെച്ചു. അവിടെ രാവിലെ വൈകിട്ടൊരു ക്ലാസ്സൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് രാത്രി വരെ വീട്ടിൽ ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് ഡിന്നർ തരികയാണ് പുള്ളി. അപ്പോൾ ഞാൻ മെസ്സേജൊക്കെ പറഞ്ഞ് പുള്ളി ഞാൻ പൊക്കി വിട്ടു. അടുത്തത് എൻ്റെ ബ്രദറെ വിട്ടു, 5 മിനിറ്റ് ഇദ്ദേഹം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. അവനങ്ങ് കയറിയിട്ട്, നമ്മുടെ അനിയൻ ബ്രദറാ, കയറിയിട്ട് നല്ല 2-3 പ്രവചനം പ്രവചിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഇതെന്താ ആവുമെന്ന് അറിയാൻ പാടില്ല. അവസാനം പറഞ്ഞത് മുഴുവൻ സത്യമായി പോയി. ലോകമറിയാത്ത സത്യങ്ങൾ വിളിച്ചു പറയാം അദ്ദേഹത്തിന് മുമ്പിലിട്ട്. ഞങ്ങൾക്ക് അന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോന്നു. പിറ്റേ ദിവസം രാവിലെ അത് ഞങ്ങളെ റെനിക്കുണ്ട്, ഞങ്ങൾക്കൊരു ബാലരാജ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്, പുള്ളിയെ ഞങ്ങളവിടെ ഞങ്ങളവിടെ വിളിക്കുന്നത്. അടുത്തപ്പോൾ ഇദ്ദേഹം ബാലരാജോട് പറയാം, നീ എല്ലാം അവരോട് പറഞ്ഞു കൊടുത്തിട്ട് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് നീ അവരെന്നെ വീട്ടിൽ വന്ന എല്ലാവരുടെ മുമ്പിൽ എന്നെ പച്ചക്ക് നാറ്റിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കീറുകയാണ്. സത്യത്തിൽ ഇതൊന്നും ആര് പറഞ്ഞിട്ടില്ല, ഇത് ആ പ്രവാചകൻ പറഞ്ഞ പ്രവചനമാണത്, കാറാത്തീർന്ന പ്രവചനങ്ങൾ. പിന്നീട് ഒരിക്കലും ഞങ്ങളെ വിളിച്ചിട്ടില്ല. പിന്നീട് ഇവനെ നോക്കിക്കണ്ടൊക്കെ പറയത്തുള്ളൂ, ഞങ്ങളല്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അത്രയും പ്രവചിച്ച പ്രവാചകൻ ഇന്ന് വിശ്വാസത്തിൽ പോലുമില്ല. ഒറ്റ റീസൺ, ഭീരുവ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഭീരുക്കൾ ദൈവരാജ്യത്തിൽ കൊള്ളത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് പ്രവചിച്ച് എത്രയോ സ്റ്റേജുകൾ എന്നെ കൂടി, പക്ഷേ പക്ക ഭീരുവായി ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നു. ഇതുമായിട്ട് ഭീരുക്കൾ, അവിശ്വാസികൾ, അർക്കപ്പെട്ടവർ, ഞാൻ ഓടിച്ചു വിടുക. ഇതെല്ലാവർക്കും എന്തുണ്ട്? ഇവർക്കെല്ലാം ഓഹരിയുണ്ട്. ഉണ്ടോ? യെസ്, ഒരു ഓഹരി അവർക്കുണ്ട്. ഇവരുടെയും ഓഹരി എവിടെയാ? നിത്യതയാ. നമുക്ക് ഓഹരിയുണ്ട്. നമ്മുടെ ഓഹരി നിത്യത തന്നെയാ. പക്ഷെ 2 വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. അവിടെ സ്വർണ്ണത്തെരുവീതികളും തങ്കത്തെരുവീതികളും ജീവന്റെ വൃക്ഷത്തിന്റെ അല്ലേ കിടക്കുമ്പോ മറുസൈഡിൽ ഗന്ധകം കത്തുന്ന തീ പൊയ്കൾ. എന്താന്നൊക്കെ പിന്നീട് പഠിക്കുക. എന്താണ് ഗന്ധകം കത്തുന്ന തീ പൊയ്ക്കുക എന്ന് പറഞ്ഞാൽ ജലങ്ങൾ, അല്ലെ, കടലുകൾ എന്തൊക്കെയാണെന്ന് പിന്നീട് പഠിക്കും. അതിനെക്കുറിച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ പറയാറുണ്ട് നിങ്ങളോട്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ ഡെസ്റ്റിനേഷൻ അതൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ ഈ പറഞ്ഞ ജീവിതത്തിൽ തൂക്കി നോക്കിയിട്ട് ദൈവം എന്താ പറയുക, കൃപാവരങ്ങൾ കൊടുത്തു, ശ്രേഷ്ഠമായ കൃപാവരങ്ങൾ കൊടുത്തു, മനുഷ്യൻ മാനിച്ചു. എത്രയോ സ്റ്റേജുകൾ എൻ്റെ കൂടെ പ്രസംഗിച്ച ആൾക്കാരെന്നറിയാമോ? പക്ഷേ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ ഇതെല്ലാം തൂക്കി നോക്കുമ്പോൾ നമ്മുടെ കർത്താവിനേക്കാളേറെ, അല്ലേ, മറ്റെന്തിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കും, അല്ലേ? അത് ഭീരുത്വമാണെങ്കിലും. ബാക്കി 22 വെളിപ്പാട് 22:15 പറയാം, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനും എവിടെയാ? നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ തന്നെ, അല്ലേ? നോക്കിയേ, ഇതൊന്നും നമ്മളായിട്ടൊരു ബന്ധവുമില്ല, അല്ലേ? ഇവരുടെ വീട്ടിൽ എന്ത് പപ്പിയ? അൽജസ്റ്റ് നായേ, അതാണ് ആ നായ്ക്കളല്ലേ.
നമ്മളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. എന്ത് പട്ടിയുടെ പേര് പറ? ആ കൊമേറിയൻ പട്ടി, അവരെ കുറിച്ച് അവർ എഴുതിച്ചത്. ആ കൊമേറിയൻ പട്ടി പോമറേനിയൻ പട്ടി പുറത്ത് അല്ലെ, ക്ഷുദ്രക്കാർ പുറത്ത് നമ്മൾ ചെയ്യാറില്ലല്ലോ. ദുർനടപ്പുകാർ നമ്മളെ ഒട്ടുമില്ല. കുലപാതകന്മാർ നമുക്ക് അറിയാനേ പാടത്തില്ല. നിസ്സാര എന്ന് പറഞ്ഞാൽ അതല്ല, അത് വേറെ, അത് കർത്താവ് വേറെ പറഞ്ഞതാ, അത് യഹൂദന്മാർക്ക് വേണ്ടി പറഞ്ഞതാ. ബിംബാരതി ബോഷ്ക്ക് പ്രിയപ്പെട്ട നായ്ക്കൾ, എന്താ നായ്ക്കൾ അറിയാമോ? കഴിച്ചിട്ടേ ഛർദിച്ചിട്ട് വീണ്ടും പോയിട്ട് ഇതെല്ലാം വിട്ടുപിരിച്ചിട്ട് നമ്മൾ ഇറങ്ങി കർത്താവിന്റെ അടുക്കിലേക്ക് വന്നത്. വീണ്ടും പഴയതിലേക്ക് പിന്തിരിഞ്ഞു പോയാൽ എന്താ പേര്, കർത്താവ് പേരിടുന്നറിയാമോ? നായ്ക്കളെന്നാ ഇടുന്നത്. അതെല്ലാം വിട്ടിറങ്ങിട്ട കർത്താവിന്റെ നാമത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവസാനം വഴിയാത്രയിൽ ഇത്തിരി മാനോ ഇത്രയല്ലേ തന്മയും കാണുമ്പോൾ കർത്താവിനേക്കാൾ ഏറെ എന്തിനെ സ്നേഹിക്കാൻ തുടങ്ങിയോ, കർത്താവ് നമുക്കൊരു പേരിടും. എന്താണെന്നറിയാമോ? ഞാനിപ്പോ പറഞ്ഞ നിങ്ങൾ പറയും എന്നെ വിളിച്ചെന്ന് പറയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അല്ലെ. നായ്ക്കളും ശുദ്രക്കാരും. ഈ ശുദ്രക്കാരെന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷയമുണ്ട്. ഈ നമ്മളൊക്കെ ഈ ചില വീട്ടിലൊക്കെ പോകാറുണ്ട് ഞങ്ങൾ പലപ്പോഴും. ഉച്ചക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ചോറൊക്കെ തരും ചിലപ്പോൾ, അല്ലെങ്കിൽ ചായയൊക്കെ തരും. ഈ ചായയൊക്കെ തരുമ്പോൾ ഉണ്ടല്ലോ, ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാതൊക്കെ തന്നാലുണ്ടല്ലോ, സത്യം പറഞ്ഞ ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടുന്നത്. സ്നേഹമില്ലാതെ, സന്തോഷമില്ലാതെ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാണോ നിങ്ങൾക്ക്? ഫാസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാന്ന് പറഞ്ഞിട്ട് ആ ഫാസ്റ്റേ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുത്തല്ലേ, ഇല്ലേ ചോറ് വെച്ച, അതിനർത്ഥം ശുദ്രം. വിട്, ഞാൻ അതിന് പറയാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ദുർനടപ്പുകാർ, കുലപാതകന്മാർ, ബിംബാരാധികളൊക്കെ ഇതൊക്കെ എല്ലാവരും പുറത്ത് തന്നെയാണെന്നാ വേദം പഠിപ്പിക്കുന്നത് അല്ലേ? ആണല്ലോ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് ജീവനവസ്തുവിൽ പേരെഴുതുവാനും മായ്ക്കുവാനും. മൂന്നാം അധ്യായത്തിൽ പറയണ്ടേ, എങ്കിലും ഉടുപ്പമല്ലാകാതെ കുറെ പേർ സദസ്സിൽ എനിക്കുണ്ട്, ഞാൻ അവന്റെ പേര് ജീവത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ അല്ലേ. വെളിപ്പാട് 22 വാക്യം നീ കളഞ്ഞ ഒരുപാട് വാക്യങ്ങൾ ഇഷ്ടം പോലെ പറയാ. ഇരിമ്യാ പ്രവചനം അത് മാത്രം എടുക്കുക. 17 അധ്യായം 13, 9, 10 വാക്യം വായിക്കുമ്പോൾ ഇസ്രായേലിലെ പ്രത്യാശയെ യഹോവ നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും, എന്നെ വിട്ടുപോകുന്നവരെ പറ 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 പറ. എവിടെയാ? കർത്താവ് എഴുതും, ജീവന്റെ പുസ്തകത്തിൽ എഴുതും, ഈ മണ്ണിലും എഴുതും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ട് നമ്മളെ കർത്താവ് കൃപാവരം നൽകി ലോകത്തിലേക്ക് വിട്ട് പിന്നെ അതിനേക്കാളേറെ ലോകത്തിൽ കാണുമ്പോൾ മടങ്ങി നായ്ക്കളെ പോലെ മടങ്ങിപ്പോയാൽ ഒരു കാര്യം ഓർക്കണം, കർത്താവ് പേര് എന്റെ പേരാ, നിങ്ങളുടെ ഒന്നും പേരില്ല, അതുകൊണ്ട് പേടിക്കുന്ന വേണ്ട അല്ലേ. കർത്താവ് രക്ഷിക്കപ്പോ നമ്മുടെ ജീവനത്തിൽ പേരെഴുതുകയും ചെയ്യും. അവസാനം നമ്മൾ കർത്താവിന്റെ ഹിതം വിട്ട് കർത്താവിനേക്കാളേറെ നമ്മുടെ ഹൃദയത്തിൽ മറ്റെന്തെങ്കിലും സ്ഥാപിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മുടെ പേര് മായ്ച്ചു കളയുക മാത്രമല്ല, പിന്നെന്ത് ചെയ്യും? ഇരിമ്യാവ് എന്താ പറഞ്ഞത്? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേരെഴുതും. നമ്മള് ദൈവഹിതമല്ലാതെ ചെയ്ത് കർത്താവിനേക്കാൾ ഏറെ മറ്റു പലതും ചെയ്യുമ്പോൾ നമ്മുടെ പേര് മായ്ച്ചു കളയുക മാത്രമല്ല, പറ മണ്ണിൽ. ഇരിമ്യാ പ്രവാചകൻ പറയുക, ഇസ്രായേൽ പ്രത്യാശയെ യഹോവേ നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും, എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ. അവർക്ക് ജീവനുള്ള വെള്ളത്തിന് ഉറവയായ യഹോവയെ അല്ലെ, അവർ ജീവനുള്ള ദൈവത്തിന് ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. അവരുടെ പേര് പിന്നെ എഴുതുന്ന ഈ മണ്ണിലായി എഴുതി വെക്കുന്നത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ചൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പിന്നീട് കർത്താവ് അനുവദിച്ച പഠിക്കുമ്പോൾ മരണവും പാതാളവും ഒക്കെ മരിച്ചുപോയവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസം വരും. മരണവും പാതാളവും രണ്ട് വ്യത്യസ്തമായ, അതിനെക്കുറിച്ച് ഗാഢമായി പഠിക്കും. എന്താണ് മരണവും എന്താണ് പാതാളവും എന്നൊക്കെ അന്ന് പഠിക്കും. ഓക്കെ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ ആര്? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിലും പ്രവൃത്തിയുടെ ഫലത്തിലും തക്കവണ്ണം കൊടുക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാ നമ്മുടെ ഹൃദയം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം അതുകൊണ്ടാ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ഒരു ആത്മാവിനെ മനുഷ്യനോട് പരിശുദ്ധാത്മാവിനെ അല്ല ഞാൻ പറഞ്ഞത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അല്ലേ, അവൻ ജീവനുള്ള ലിവിങ് സോൾ ആയി തീർന്നു പറയുമ്പോൾ അവന് ദൈവം ഒരു സാധനം കൊടുത്ത സാധനമാ, ഒരു സ്പിരിറ്റിനെ ദൈവം ഊതിക്കൊടുത്ത സാധനമുണ്ട്. എന്താ? ഒരു ജീവശ്വാസം ഊതിക്കൊടുത്ത എന്താ? സ്പിരിറ്റ്, ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യാത്മാവിനെ ഊതിക്കൊടുത്തു. സത്യത്തിൽ മനുഷ്യാത്മാവ് നമ്മുടെ അകത്ത് ദൈവം കത്തിച്ചു വെച്ചൊരു ദൈവമാണ്. അത് CCTV ക്യാമറയാ. സ്വർഗത്തിലിരിക്കുന്ന പിതാവ് അല്ലേ, നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ, കളങ്കങ്ങൾ, കപടതകൾ, കാപട്യങ്ങൾ
എങ്ങനെ അറിയുന്നു? അതറിഞ്ഞാലേ നമുക്ക് ഇതുപോലെ കിട്ടത്തുള്ളൂ അല്ലേ? അടിയാണെങ്കിൽ അടി, ഇടിയാണെങ്കിൽ ഇടിയൊക്കെ കിട്ടണമെങ്കിൽ എന്താ? നമ്മുടെ ഹൃദയത്തെ ചിന്തിക്കുന്ന ദൈവം അറിയണം. അതുകൊണ്ടാ എൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലുള്ള അറിയുവാൻ ദൈവം വെച്ചിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിലുള്ള നിരൂപണങ്ങൾ, എൻ്റെ ചിന്തകൾ, ദുഷ്ടതയാവട്ടെ നല്ലതാവട്ടെ ഏതുമാകട്ടെ, ദൈവം സ്വർഗത്തിൽ നിന്ന് അറിയുക. എൻ്റെ ഹൃദയത്തിലുള്ള നിരൂപണങ്ങൾ അറിയുന്നത് എൻ്റെ ആത്മാവ് അറിയുന്നതും, ആത്മാവ് ദൈവാത്മാവുമായി കൂടിച്ചേർന്ന് പിതാവിൻ്റെ ഹൃദയത്തിൽ അറിയുക. എത്ര എത്ര മനോഹരമാണെന്നറിയാമോ ദൈവത്തിന്റെ പ്രവൃത്തികൾ. ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ പാവമൊക്കെ വിട്ട് പിരിഞ്ഞ് അല്ലേ, പാവം വിട്ടൊക്കെ പിരിഞ്ഞ് നമ്മൾ പോകുന്നത് അല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുക മാത്രമല്ല, അത് മായ്ച്ചു കളയാൻ മാത്രമല്ല, അത് മണ്ണിലെഴുതി കുഴച്ച് വയ്ക്കാനും നമ്മുടെ കർത്താവിന് അറിയാമെന്ന് കാര്യം മറന്നു പോകരുത്. എന്നാലും കുറിച്ച് ലേഖനം 15:19 പറയുക, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ അല്ലേ, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത്. നല്ലൊരു ശതമാനം നാമധേയ ക്രിസ്ത്യാനികൾ മുഴുവൻ നല്ലൊരു ശതമാനവും അവർ ക്രിസ്തുവിനെ സേവിക്കുന്നത് ഈ ലോകത്തിലേക്ക് വേണ്ടി മാത്രമാണ്. പെന്തക്കോസ്ത് കോളത്തിൽ നല്ലൊരു ശതമാനം വിശ്വാസികളും കർത്താവിന്റെ അടുക്കൽ വരുന്നത് ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. നോക്കിയേ, ഞാൻ പറയാം, ലോകത്തിലെ ഏത് മതങ്ങൾ എടുത്ത് പഠിച്ചാലും, ഏത് മതങ്ങളെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞതല്ല, പേടിക്കൊന്നും വേണ്ട. ലോകത്തിലെ ഏത് മതങ്ങൾ എടുത്ത് പഠിച്ചാലും, മതങ്ങൾ സത്യം പറഞ്ഞ ആ മതങ്ങളിലെ ദൈവങ്ങൾ ഒരിക്കലും ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ വേണ്ടിയല്ല മനുഷ്യനെ വിളിക്കുന്നത്. നിങ്ങൾ എന്നെ ഇത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വിളേ തന്നേക്കാം, അത് തന്നേക്കാം, ചെറിയ വെടി വലിയ വെടി എന്നൊക്കെ പറഞ്ഞു അല്ലേ, ഞങ്ങൾ ചെയ്ത ആൾക്കാരാ. ഇതൊക്കെ വേണോ? എന്നാ ഒരു വലിയ വെടി, ഡിനിൽ ഇന്ന നക്ഷത്രം അല്ലേ, അത് വിളിച്ചു പറയും അല്ലേ, അപ്പൊ അത് കൊടുത്താൽ പുള്ളി പ്രസാദിക്കും. സത്യത്തിൽ ഈ ലോകത്തെ സകല മതങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവങ്ങൾ നോക്കിയേ, അവരെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയല്ല മനുഷ്യനെ വിളിച്ചിരിക്കുന്നത്. അവർക്ക് ഇതുപോലെ ഈ അല്ലെ എണ്ണയും പൂവും ഒക്കെ കൊടുത്ത് ചുമ്മാ ഇടയ്ക്ക് വെടിവെടി അടക്കം നടത്തി ഇങ്ങനെ സൂചിപ്പിച്ച് നിർത്തിയാൽ മതി. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചത് അവന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി. അതാണ് വ്യത്യാസം. മതങ്ങളും ഈ ആത്മീയ കൂട്ടം, അതാണ് നല്ല അല്ലേ, ഇതും അതുപോലല്ലോ. ആത്മീയ കൂട്ടം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളെ ദൈവം വിളിച്ചത് അവന്റെ ഹിതം ചെയ്യുവാനും, മതങ്ങളിൽ വിളിച്ചിരിക്കുന്ന മതങ്ങളെ ദൈവം വിളിച്ചത് അത് അവരുടെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയല്ല, നമ്മുടെ നന്മകൾക്ക് വേണ്ടി, അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയൊക്കെ ഞങ്ങള് ഈ പാറക്കട്ടമ്പലം എന്നും പറഞ്ഞ് പോയേക്കല്ലേട്ടാ. പാറക്കെട്ടൊരു അമ്പലമുണ്ട്, ദേവീക്ഷേത്രമുണ്ട്. എൻ്റെ പാലയുടെ ദേവീക്ഷേത്രമല്ല, വേറെ ദേവീക്ഷേത്രമുണ്ട്. അവിടെ വൈകിട്ട് 6 മണിക്ക് 6-6:30 മണിയാകുമ്പോൾ നട അടക്കും. അതിനുശേഷം അല്ലേ പിള്ളേരൊക്കെ ഉള്ളതാണ് അത് ചിക്കൻ കറി, കടല, പുട്ട്, എന്താ പറയുക, പരിപ്പോട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകും. ഞങ്ങൾ ശാന്തിക്കാരനെ കേട്ട് അവിടെ കൊണ്ട് ഇപ്പുറത്ത് കുട്ടിച്ചത്തൻ്റെ അമ്പലമുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കും. പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ കാണിക്കും. അവസാനം അവിടെ നിന്ന് ഞങ്ങൾ അടിച്ചു പിരിഞ്ഞിട്ട് പോകും. ഞങ്ങൾ മനസ്സിലാക്കണമല്ലേ? അത് തന്നെ. നേരം വെളുക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് വർക്ക് ഓക്കെയാ, മിണ്ടിയില്ലല്ലോ, എനിക്ക് വർക്ക് ഓക്കെയാ, ഏത് കൊട്ടേഷനാണ് എനിക്ക് കറക്റ്റാ. അതുകൊണ്ട് കനാടി വേണം കുട്ടിച്ചാത്തൻ്റെ അവിടുത്തെ മെമ്പറായിരുന്നു ഞാൻ. അവസാനം അടിച്ച് പിരിഞ്ഞിട്ടേ തീരത്തുള്ളൂ. അപ്പൊ നന്മക്ക് അവിടെ പരിപാടി ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളെ സ്വർഗത്തിലേക്കും സ്വർഗീയ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നില്ലെന്നും, നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും മോഹിപ്പിക്കുക. നമ്മുടെ മനസ്സേ, ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും വീണ്ടും മോഹത്തിലേക്ക് വർദ്ധിക്കുകയുള്ളൂ. എന്നാൽ ഇന്നതല്ല. കർത്താവിന്റെ ഹിതം അന്വേഷിക്കുമ്പോൾ നമ്മുടെ അകത്ത് മോഹങ്ങൾ ഉണ്ടാകത്തില്ല. ഞാനൊരു സത്യം പറയാം, കർത്താവിന്റെ ഹിതമാണോ നമ്മൾ അന്വേഷിക്കുന്നത്, ഒരിക്കലും നമ്മുടെ മോഹം വർദ്ധിക്കില്ല. കാരണം നമ്മൾ എഴുതി വന്നത് അവന്റെ ഇഷ്ടം ചെയ്യാൻ. ഈ ഒരു വെളിപ്പാടകത്ത് കയറിയാൽ ഇത് അവിടെ അതാ മോശ തൂക്കി നോക്കിയത്. മോശ തൂക്കി നോക്കിയപ്പോൾ അവൻ ദൈവത്തിന് ഇഷ്ടമാണ്. അതാണ് ഇസ്രായേൽ മക്കളോട് കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തത്. പിന്നെ ഒരിക്കലും ആശ വളർന്നില്ല, മോഹം വർദ്ധിക്കുന്നില്ല. മനസ്സിലായോ? അത് നമുക്ക് അതുകൊണ്ടാ ഈ ആയുസ് നമുക്ക് വേണ്ടി ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ നമ്മുടെ അകത്ത് മോഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അടങ്ങാത്ത കൊതിയകത്ത് കൊതി. ഇത്രയും കിട്ടിയാൽ പറയും പോരാ, ഇത്രയും കൂടി വേണം എന്ന് പറയും അല്ലേ. ഒന്നുമില്ലാതെ പറയും ഇച്ചിരിയും കിട്ടിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ ഇച്ചിരി കിട്ടിയാൽ പറയും ഇച്ചിരിയും കൂടി വേണം എന്ന് പറയും. നമുക്ക് ഇത് മനുഷ്യനെ നമ്മൾ കാപട്യം, അത് യെരമ്യാ പ്രവാചകൻ എഴുതിയത് മനുഷ്യഹൃദയം എത്ര കപടതയുള്ളതാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരും അരിഷ്ടന്മാർ. ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നുണ്ട്, അനേക ക്രിസ്തുവിന്റെ ക്രൂശിന്
ശത്രുക്കളെ നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുക. അവിടെ നാശം, അവസാനം നാശം. അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർ മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. റോമർ 16:18. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനത്രേ സേവിക്കുകയും ശക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ ദൂഷണവും, അടുത്തത് ദൂഷണവും ദുശംശയം ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വൃദ്ധവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ. നോക്കിയേ, ഈ ലോകത്തേക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച്. കാരണം അറിയാമോ, നമ്മൾ ക്രിസ്തുവിന് ഇഷ്ടം ചെയ്യാനല്ല വന്നത്, നമ്മുടെ ഈ ആഗ്രഹങ്ങൾ ക്രിസ്തു വാങ്ങാൻ വേണ്ടിയാണ്. അത് കൊടുക്കും. നമ്മൾ അടുത്തുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ അതിനു വേണ്ടി എടുക്കാൻ പോവുകയാണ്. ഞാനത് ക്ലാസ് കഴിഞ്ഞില്ല എങ്കിൽ പോലും ഞാനത് അത്ര വെച്ച് അത് അവിടെ നിർത്തുകയാണ്. നമ്മൾ അടുത്ത ആഴ്ച മുതൽ ചിന്തിക്കാൻ പോകുന്നത് ദൈവരാജ്യം 3 നിലകളിൽ കടന്നു വരുന്നതിനെ കുറിച്ചാണ്. പാട്ടുകാർ കയറിക്കോട്ടെ, പാട്ടുകാർ കയറിക്കോ. ഇവിടെ നമ്മൾ ആഴമായി ചിന്തിക്കുന്നതിനെ കുറിച്ചൊക്കെ. ഹല്ലേലൂയ. നോക്കി, ഇതിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ താന്നും പൊങ്ങിയും മാത്രമേ ഇരിക്കത്തുള്ളൂ. മോശ ചെയ്തതുപോലെ നമ്മുടെ അല്ലേ ആ ഹൃദയത്തിനകത്ത് തൂക്കി നോക്കുക. ഈ ലോകമുണ്ട്, ഒരാളിനിക്ക് ലോകത്തെ നന്മകളും. ഹല്ലേലൂയ. അവിടെ തൂക്കി നോക്കുമ്പോൾ നമ്മളെല്ലാം എവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്. നമ്മൾ വരും ദിവസം ചിന്തിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ 3 നിലകളിൽ ദൈവരാജ്യം കടന്നു വരുന്നു, അല്ലേ? ദ കിങ്ഡം ഓഫ് ഗോഡ് കംസ് ഇൻ 3 ഡിഫറെന്റ് സ്റ്റേജുകളായി ഈ ഭൂമിയിലേക്ക് ദൈവരാജ്യം ഇറങ്ങി വരികയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ തുടങ്ങുകയാണ്. അവിടെയെല്ലാം നമ്മൾ അല്പമായിട്ട് ഇതേ കൂടി ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കും. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുന്നത്, അല്ലേ? ഒരു കാര്യം ഓർക്കണം, ദൈവം ലോകത്തെ സകല മതങ്ങൾ നമ്മളെ വിളിച്ചത് നമ്മുടെ ഇഷ്ടം ചെയ്തു തരാം, അവർ ചെയ്തു തരും, നമ്മൾ അവർക്ക് കൊടുത്താൽ മതി, അല്ലേ? ചെറിയ വെടിയോ വഴി വെടിയോ. എന്നതൊക്കെ ക്രിസ്ത്യാനികൾ വലിയ പെരുന്നാളോ ഇതൊക്കെ എനിക്കറിയത്തില്ല, ഇതൊക്കെ പറയാറുണ്ട്. പാട്ട് കുർബാന, ഇടയ്ക്ക് ഞങ്ങളും കൂടാറുണ്ട് പാട്ട് കുർബാന ഇടയ്ക്ക്, അല്ലേ? തല്ലു പിടിക്കുമ്പോൾ പാട്ട് കുർബാനയൊക്കെ വരും ഞങ്ങൾക്ക്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്തു കൊടുത്താൽ അവർ നമ്മെ അനുഗ്രഹിക്കും. പക്ഷെ നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചത്, അല്ലേ, അവന്റെ ഹിതം ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഭൂമിയിലാവട്ടെ സ്വർഗത്തിലുമാവട്ടെ, അല്ലേ? അത് വ്യത്യാസമുണ്ട്. അതിന് ദൈവം വെച്ച മാർഗം, ദൈവരാജ്യം വ്യത്യസ്തമായ 3 നിലകളിൽ വരുന്നുണ്ട്. അത് നമ്മുടെ ഒന്ന് സ്പിരിച്വൽ കിങ്ഡം ആണ്, ലിറ്ററൽ കാണത്തക്കവണ്ണമുള്ള ഒരു ദൈവരാജ്യം വരും. അതിനുശേഷമാണ് എറ്റേണൽ കിങ്ഡം വരാൻ പോകുന്നത്, നിത്യമായ രാജ്യം വരാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ 3 നിലകളിൽ അല്പം ഒരുപാട് ഞാൻ ദീർഘമായിട്ട് ഒന്നും എടുക്കുന്നില്ല, ഒരുപാട് വേഗത്തിൽ തന്നെ പറഞ്ഞു വിടും. ഒരുപാട് സമയം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് 3 വ്യത്യസ്തമായ നിലകളിൽ ദൈവരാജ്യത്തെ കുറിച്ച് വരും ദിവസം പഠിക്കും. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കത് ഹൃദയത്തിൽ ഒന്ന് തൂക്കി നോക്കുക. ഈ ചെറിയ ആയുസ് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യം നമുക്ക്, അല്ലേ, മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ നിലയിൽ നമുക്ക് ആക്കിയെടുത്തൊക്കെ ഒരുപാട് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കർത്താവോട് കൂടി നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണം, അല്ലേ? കർത്താവിനെ വിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെയെല്ലാം അവസാനം കണക്ക് കൂട്ടി നോക്കിയാൽ ഒന്നും കാണത്തില്ല നമ്മൾ. അതുകൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കുന്ന ഉദ്ദേശിച്ചിരിക്കും. ഈ പാട്ട് പാടി നമുക്ക് ദൈവത്തെ നിൽക്കുന്നേ ഞാൻ യേശുവേ നിൻ നാളിനാൽ, നിൻ വരവിൽ ഭാഗ്യമോർത്താൽ ആനന്ദം എന്താനന്ദം. കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിൻ നാളിനാൽ, നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദം എന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നീ മൽപ്രിയമണാളനീ, ലക്ഷ്യമെല്ലാം കാണുന്നീ മൽപ്രിയമണാളനീ. വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം, എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. മാറിടാതെ നിൻമൊഴിയൻ പാതയിൽ ഞാനോടിയൻ
പ്രാപിക്കും ജീവാന്ത്യത്തിൽ. മാറിടാതെ നിൻമൊഴിയിൻ പാതയിൽ ഞാനോടിയൻ ലാക്കിലെത്തി നൽവിരുത് പ്രാപിക്കും ജീവാന്ത്യത്തിൽ. ലക്ഷ്യമെല്ലാം കാണുന്ന മണാളനേ, ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനേ. എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. സ്വർഗീയാന്മാർക്കിപ്പുരയിൽ ആശിപ്പാനെന്തുള്ളപ്പാ. സ്വർഗീയമാം സൗഭാഗ്യങ്ങൾ അപ്പുരേ ഞാൻ കാണുന്നേ. സ്വർഗീയാന്മാർക്കിപ്പുരയിൽ ആശിപ്പാനെന്തുള്ളപ്പാ. സ്വർഗീയമാം സൗഭാഗ്യങ്ങൾ അപ്പുരേ ഞാൻ കാണുന്നേ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനേ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനേ. എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. രാപ്പകൽ നിൻ വേല ചെയ്തു ജീവനെ വേടിഞ്ഞവർ. രാപ്പകലില്ലാതെ രാജരായി വാണിടുമേ. രാപ്പകൽ നിൻ വേല ചെയ്തു ജീവനെ വേടിഞ്ഞവർ. രാപ്പകലില്ലാതെ രാജരായി വാണിടുമേ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനേ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനേ. എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. എന്നുമേകെ
മോദിക്കും ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനേ ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനേ എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. ഇന്ന് നമ്മൾ പാസ്റ്റിനെ കേട്ടപ്പോൾ 1 കൊരിന്ത്യർ 6:14 ദൈവരാജ്യം അവകാശമാക്കാത്തവരുടെ ലിസ്റ്റ് നമ്മൾ വായിച്ചപ്പോൾ അതിൽ മദ്യപാനികളുണ്ട്, വിഗ്രഹാരാധികളുണ്ട്, ദുർനടപ്പുകാരുണ്ട്. എന്നാൽ നിരുപദ്രവം തോന്നാവുന്ന ഒരു പാപത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാവിഷ്ഠാണക്കാർ. ഹല്ലേലൂയ. നമ്മൾ നിരുപദ്രവമൊന്നും നമ്മൾ മനസ്സ് അറിഞ്ഞുകൊണ്ടല്ലാതെയും ഒക്കെയും സംസാരിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും സംഭവിക്കും. ദൈവസന്നിധിയിൽ വാവിഷ്ഠാണമായി അല്ലെങ്കിൽ കൈവിട്ട വാക്കുകളായി ദൈവഹിതമില്ലാത്ത വാക്കുകളായി ആ പാപം നമ്മുടെ ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്യുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നിരുപദ്രവെന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിടുന്ന ചില കാര്യങ്ങളാണ് ഹല്ലേലൂയ ദൈവരാജ്യത്തിന് പോലും അവകാശികളാക്കി മാറ്റാതെ നമ്മളെ നിത്യരായും അകറ്റിക്കളയുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. അതാണ് യാക്കോബ് ലേഖനത്തിൽ പറയുന്നു, ഒരു ഉറവയിൽ നിന്നും 2 വെള്ളം പുറപ്പെടുമോ, മധുരത്തിൻ്റെയും കയ്പിൻ്റെയും വെള്ളം പുറപ്പെട്ടു വരുമോ? ഹല്ലേലൂയ. ഒരിക്കലുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ആ യേശുവിൻ്റെ ജീവനിൽ നിന്നുള്ള ഉറവാണെങ്കിൽ നമുക്ക് ഒരേ ഒരു വെള്ളം മാത്രമേ നമ്മുടെ വായിൽ നിന്ന് വരുള്ളൂ. അത് മധുരമുള്ള വെള്ളം, ആ ജീവന്റെ വെള്ളം, യേശുവിൻ്റെ സത്യവചനം മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അതിൻ്റെ 1 കൊരിന്ത്യർ 4:14 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കാണാം. ഇവരെ കൂടി എന്ത് ചെയ്യരുത്? ഭക്ഷണത്തിൽ കയറി തൊഴിൽ കൂടി ചെയ്യരുതെന്ന്. ആരെ കൂടി? ഈ മദ്യപന്മാർ, ഹല്ലേലൂയ, ദുർനടപ്പുകാർ, ഇങ്ങനെയുള്ള കൂട്ടത്തെക്കുറിച്ച് പറയാ വാവിഷ്ഠാണക്കാർ. ഇവരെ കൂടെ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഭക്ഷണത്തിന് ഇരിക്ക കൂടിയരുത്. അത്രക്ക് ഗൗരവമുള്ളൊരു ഭാവമായിട്ടാ വാവിഷ്ഠാണത്തെ ദൈവം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളോട് ദൈവം സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ നമ്മൾ കേട്ട സുഭാഷിതങ്ങളിൽ സഭാപ്രതിനിധി പറയുന്നു, ദൈവത്തിന്റെ മുമ്പിൽ ഒരു കാര്യം ഉച്ചരിപ്പാൻ ബന്ധപ്പെടരുത്. ഹല്ലേലൂയ. നമ്മളിന്ന് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ ദൈവദാസന്മാരോട്, നമ്മുടെ കൂട്ടായ്മകളിൽ എവിടെയെങ്കിലും ഈ വാവിഷ്ഠാനം എന്ന വാക്ക്, വാവിഷ്ഠം എന്ന പ്രവൃത്തി, കൈവിട്ട വാക്കുകൾ, അവരെ ഉപദ്രവിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ പറയും, ഓ നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ അത്ര ക്രൂരമായി പെരുമാറി, ഞങ്ങളോട് അത്രക്ക് നീചമായി ഇടപെട്ടു, അത്രക്ക് വേദന തരത്തിലാണ് ഞങ്ങളോട് ഇടപെട്ടത്, അതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ പറഞ്ഞു പോകാൻ ഇടവൊന്നുമില്ല. കർത്താവിനെ ഭീകരതയോടെ അവർ ആക്രമിച്ചിട്ടും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ കർത്താവിനെ ആക്രമിച്ചിട്ടും അവന്റെ വായിൽ നിന്നും നിന്ദ്യമായൊരു വാക്ക് വന്നില്ല. ലാവണ്യ വാക്കുകളല്ലാതെ, മറ്റുള്ളവരെ ഹല്ലേലൂയ പണിയുന്ന വാക്കുകളല്ലാതെ ഒരു വാക്ക് പോലും അവന്റെ വായിൽ നിന്ന് വന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്നും, നമ്മൾ ശുശ്രൂഷന്മാർ ഓരോ സ്ഥലത്തും ശുശ്രൂഷിക്കുന്നവരാണ്, നമ്മുടെ വായിൽ നിന്നും വാവിഷ്ഠാനം പ്രതിയുള്ളൊരു വാക്ക് പോലും വരാതെ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ, നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒരിടർച്ചയും നമ്മുടെ നേരെ അടുക്കുകയില്ല, ഒരു തിന്മയും നമ്മുടെ നേരെ വരികയില്ല. കാരണം ദൈവസഭയിൽ ഉറച്ചു നിൽക്കുന്നവർ,
ഹല്ലേലൂയ. ഞാൻ ഒരു അധ്യായം മാത്രം നിങ്ങൾ വായിക്കാൻ ഞാൻ പറയും. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം. ജോസെ ഒന്ന് ഇടാൻ പറ്റുമോ? യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ വായിക്കാം. കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ച ഒരു കാര്യം മാത്രം വായിച്ചുകൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്ന. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവസഭയ്ക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി അനേകർ അവിടെ വരുന്ന കാഴ്ച നമ്മൾ കാണാം. ഉസിയാവിന്റെ മകനായ യോഥാമിന്റെ മകനായി യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് അരാമ്യ രാജാവായ രസീനും രമല്യാവിന്റെ മകനായ ഇസ്രയേൽ രാജാവായ പേഗഹും യെരൂശലേമിന്റെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വന്നു. അതിനെ അവർക്ക് പിടിപ്പാൻ കഴിഞ്ഞില്ലതാനും. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ടുലയം പോലെ ഉലഞ്ഞുപോയി. ദാവീദ് ഗൃഹത്തിന് നേരെ സൈന്യം യോജിച്ച്, ശത്രുക്കൾ യോജിച്ചിറങ്ങി വന്നപ്പോൾ ആ യഹൂദ ഗൃഹത്തിന്റെ ഹൃദയം ഉലഞ്ഞുപോയി. എന്നിട്ട് അവൾ പറയുകയാണ്, അപ്പോൾ ഉലഞ്ഞുപോയൊരു ഹൃദയത്തിന്റെ മേൽ, ഹല്ലേലൂയ, എവിടെയെങ്കിലും ഭീതി തട്ടിയ ഹൃദയത്തിന്റെ മേൽ യഹോവ അവരോട് പറയുക, യഹോവ അരുളി ചെയ്തത്, നീയും നിന്റെ മകൻ ശെയാർ യാശൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപ്പാത്തിനറ്റത്ത് ആഹാസിന് എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്, സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക. ഹല്ലേലൂയ. വേറൊന്നും ചെയ്യണ്ട. നിന്റെ അടുത്ത് നിന്റെ ശത്രുക്കൾ യോജിച്ചു വന്നാലും, ദൈവസഭയ്ക്ക് നേരെ ശത്രുക്കൾ യോജിച്ചു വന്നാലും സൂക്ഷിച്ചുകൊള്ളുക. എന്തു സൂക്ഷിക്കണം? നമ്മുടെ വായിലെ നാവുകളെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഒരു മുറുമുറുപ്പും ഒരു പിറുപിറുപ്പും ഒരു കയ്പിന്റെ വെള്ളവും നമ്മുടെ വായിൽ നിന്നും ജനത നയിക്കുന്നതിൽ നിന്നും വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക. മതി. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ, യാചനയോടെ, സൗമ്യതയോടെ, താഴ്മയോടെ സാവധാനമായിരിക്കുക. ഹല്ലേലൂയ. പുകയുന്ന ഈ രണ്ടും മുറിക്കൊള്ളി നിമിത്തം, ഹല്ലേലൂയ, നിനക്കെതിരെ വരുന്നത്, സഭയ്ക്കെതിരെ വരുന്നത്, ദൈവാദാസമക്കെതിരെ വരുന്നത്, ഹല്ലേലൂയ, കൊള്ളിയല്ല, വെറും മുറിക്കൊള്ളിയാണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് മുറിക്കൊള്ളി നിമിത്തം നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. അരാമിന്റെയും രസീന്റെയും രമല്യാവിന്റെയും ഉഗ്രഹം നീ ഭയപ്പെടരുത്. ദൈവസഭയെ നശിപ്പിക്കാനോ ദൈവദാസന്മാരെ മാറ്റുവാനോ ഒരു മുറിക്കൊള്ളിക്ക് കഴിയില്ല. കാരണം ദൈവമാക്കി വെച്ചിരിക്കുന്നത് ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവദാസന്മാർക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്ക് ആരെങ്കിലും അത് മുറിക്കൊള്ളികളാണെന്ന് മറന്നു പോകരുത്. ഏത് നിമിഷവും കെട്ടുപോകും. ഹല്ലേലൂയ. അവിടെ പറയുക, മുറിക്കളിൽ നീ ഭയപ്പെടരുത്. അരാമിന്റെ രസീന്റെ രമല്യാവിന്റെ ഉഗ്രഹം നീ ഭയപ്പെടാൻ നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. ഹല്ലേലൂയ. നാം യഹൂദായുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിൽ ഇടിച്ചു കടന്ന് യാബേലിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞ് അരാമും എഫ്രൈമും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന കൊണ്ട് ചില ദുരാലോചനകൾ, ചിലരെ എടുത്തു മാറ്റി ചിലരെ വാഴിക്കണം. രമല്യാവ് വരുന്നു, എഫ്രൈം വരുന്നു, അവർ യോജിക്കുന്നു. നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ചില യോജിപ്പുകൾ ദുരാലോചനയാണെങ്കിൽ അത് ദൈവം അനുവദിച്ചു തരില്ല. അത് ദൈവസഭയിലും നമ്മുടെ കുടുംബത്തിൽ അനുവദിച്ചു തരികയില്ല. ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഇവിടെ പറയാ, നീ ഭയപ്പെടരുത്. അതോടെ യഹോവ പ്രാർത്ഥന ചെയ്യുന്നു, അത് നടക്കുകയില്ല. ഹല്ലേലൂയ. നീ ഭയപ്പെടണ്ട, അത് നടക്കില്ല. പറയുന്ന ആരെന്നറിയാമോ? നമ്മുടെ കർത്താവായ യഹോവ. നടക്കില്ലെന്ന് പറഞ്ഞ അവൻ നടക്കില്ല, നടക്കില്ല. ചില ദുരാലോചനകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ആരെങ്കിലും ചില തീക്കൊള്ളികൾ, ചില മുറിക്കൊള്ളികൾ കൊണ്ടുവന്നാൽ അത് നമ്മളല്ല നടത്താത്തത്, ദൈവം അത് നടത്തില്ല. നീ എന്ത് ചെയ്യണം? സാവധാനമായിരിക്കുക, സൂക്ഷിച്ചുകൊള്ളുക. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നു. യുദ്ധം ചെയ്യുന്നത് യഹോവയാ, നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്. നീ എന്ത് ചെയ്യണം? സാവധാനമായിരിക്കുക, ഭയപ്പെടാതെ പ്രാർത്ഥിക്കുക, മുട്ടുമേൽ നിൽക്കുക, സൂക്ഷിച്ചുകൊള്ളണം. വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ, വിചാരങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. എന്താ പറയാ? അത് നടക്കുകയില്ല, സാധിക്കുകയുമില്ല.
ദൈവം വെച്ചവനെ തൊടുവാൻ ഒരു മുറിക്കൊള്ളിക്കും ഒരു ദുരാലോചനയ്ക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയ. അവിടെ പറയുക, അരാമിന് തല ദമശേക്ക്, ദമശേക്കിന് തല രസീൻ. 65 സംവത്സരം എഫ്രൈം ജനമായിരിക്കാതെ നശിച്ചു പോകും. ഈ മുറിക്കൊള്ളുകൾ മാറിപ്പോകും, മുറിക്കുകൾ കത്ത് തീർന്നു പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിലായിക്കോട്ടെ, നിങ്ങളുടെ വീടുകളിലായിരിക്കോട്ടെ, നമ്മുടെ ജോലി സ്ഥലങ്ങളായിരിക്കോട്ടെ, നിനക്കെതിരെ വരുന്ന സഭയിലായിക്കോട്ടെ, മുറിക്കൊള്ളി എന്നെ ജയിക്കാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യണം? സാവധാനമായിരിക്കുക. ഹല്ലേലൂയ. സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഹല്ലേലൂയ, അവിടെ പറയാ, വിശ്വാസമില്ലെങ്കിൽ, അവിടെ പറയാ, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. വിശ്വസിക്കുക, സ്ഥിരതയോടെ നിൽക്കുക. ഹല്ലേലൂയ. അവിടെ താഴ്ത്തത് പറയാ, എന്നിട്ട് പറയാ, നീ യഹോവ ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ്, ഞാൻ ചോദിക്കയില്ല, യഹോവയെ പരീക്ഷിക്കുമില്ലെന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പിൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തോടു കൂടെ മുഷിപ്പിക്കുന്നത്. അവൻ പറയാം, അവൻ ചോദിച്ചു, നീ ഭയപ്പെട്ടിരിക്കണം, ദൈവത്തിന് അറിയാം, അതുകൊണ്ട് അടയാളം ചോദിച്ചു കൊള്ളുക. അവൻ പറഞ്ഞു, ഞാൻ ചോദിക്കയില്ല, ഞാൻ നിന്നെ മുഷിപ്പിക്കുക. അപ്പൊ പറഞ്ഞു, നീ ചോദിക്കാതിരുന്നത് എന്നെ മുഷിപ്പിച്ചതാ. എന്നാൽ ഇതാ നിനക്കൊരു അടയാളം ഞാൻ തരാൻ പോവുക. ഇതാ നിനക്ക് ഞാൻ ഒരു അടയാളം തരാൻ പോകുക. എന്നിട്ട് എന്നേക്കും അവളുടെ ഒരു അടയാളം ആഹാസിന് കൊടുക്കുക. എന്താ അടയാളം? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഹല്ലേലൂയ. ഇനി ഒരു അടയാളവും വേണ്ട, ഒരു അത്ഭുതവും വേണ്ട. നമ്മുടെ ഇടയിൽ ഒരു മുറിക്കൊള്ളിക്കും ജയിക്കാൻ കഴിയില്ല. കാരണം ദൈവം നടത്തുന്നത് മാത്രമേ ദൈവസഭ നടക്കുകയുള്ളൂ. ദൈവം നടത്തു മാത്രമേ നിങ്ങളുടെ ജീവിതം നടക്കുകയുള്ളൂ. ദൈവം നടത്തു മാത്രമേ നിങ്ങളുടെ വ്യക്തിപരമായ കുടുംബ ബന്ധം നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതൊരൊറ്റ അടയാളമേ ഉള്ളൂ. കന്യക പ്രസവിച്ച ഇമ്മാനുവേൽ എന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അവൻ രാജാവായി വാഴണം, അവൻ രാജാവായി വസിക്കണം. ഹല്ലേലൂയ. തീക്കൊള്ളി കൊണ്ട്, മുറിക്കൊള്ളി കൊണ്ട് ഭയപ്പെടരുത്. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, മുറിക്കൊള്ളികൾ എന്ത് ദുരാലോചന കഴിച്ചാലും അത് ഞാൻ നടക്കുകയില്ല, സാധിക്കുകയില്ല. ദിവസങ്ങളിൽ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കും. സാവധാനമായിരിക്കുക, സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഏത് മുറിക്കൊള്ളി വന്നാലും, ഏത് വാവിഷ്ഠാണക്കാരൻ വന്നാലും, ഏത് അരുതാത്തവൻ വന്നാലും, നമ്മുടെ വായിൽ നിന്നും അബദ്ധവശാൽ വന്നുപോയി എന്ന് ഒരു വാക്ക് പോലും പറയാതെ, ഹല്ലേലൂയ, ആ മധുരമുള്ള വെള്ളം മാത്രം പുറപ്പെട്ട് മുത്തിന്മേൽ നിന്ന് കർത്താവേ ആ മുറിക്കൊള്ളികളോട് ചേർന്ന് നമ്മൾ കാണുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. നമുക്ക് കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഇത് ഞങ്ങൾ കേട്ട വചനങ്ങൾക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. മോശെ പ്രതിഫലം നോക്കിയത് കൊണ്ട് അവൻ സ്വർഗത്തിൽ ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞു എന്ന വാർത്ത വചനം ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. ഞങ്ങൾ ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കും ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കും ഹല്ലേലൂയ ഒന്നാം സ്ഥാനം കൊടുക്കാതെ ഞങ്ങളെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ആ സ്വർഗത്തിലുള്ളതിലേക്ക് മാത്രം നോക്കുക. ആ പ്രത്യാശയിൽ നിറഞ്ഞവരെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്ല കർത്താവേ, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നവരുടെ സകല സന്തോഷവും സമാധാനവും കൊണ്ട് അടിയങ്ങളെ നിറയ്ക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ ദയാപൂർണ്ണരും സകല ജ്ഞാനം നിറഞ്ഞവരും മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാൻ പ്രാപ്തരുമായി തീരുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാൻ, ഞങ്ങളുടെ ദൈവദാസനെ കീഴടങ്ങിയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ, കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, പ്രാർത്ഥനകൾക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ആശീർവദിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന് വരോരെ നമ്മളെല്ലാവരും കൊണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജയനദിവസം ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ.